അവിടെ കട്ടിൽ നിന്ന് ഇവിടെ തരണ്ടേ, എന്തായി കട്ടിൽ എന്ന് പറഞ്ഞാൽ തിരിയണ്ടേ. ഇതാണ് സ്വർഗത്തെ പരിചയപ്പെടുത്താനായി ഈ ലോകത്ത് അള്ളാഹു പടച്ചതെന്നാണ്. അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹം വരുമോ, നമുക്ക് തോന്നുമോ സ്വർഗത്തിലേക്ക് പോവാൻ? അങ്ങനെ ആസ്വാദം തന്നിരിക്കാൻ ഇവിടെ അള്ളാഹു അങ്ങോട്ട് നമ്മൾ എത്തിക്കട്ടെ. വലിയൊരു യാത്രയിലാണ്. കണ്ണ് ചിമ്മിയ തുടങ്ങുന്ന യാത്രയെക്കുറിച്ച് നമ്മൾ ഈ പറയുന്നത്. കണ്ണ് ചിമ്മിയാൽ മരിച്ചാൽ തുടങ്ങുന്ന യാത്രയാണിത്. കുറെ ആളുകൾ മരിച്ച് യാത്ര തുടങ്ങിക്കഴിഞ്ഞു, അവർ പോയി, നമ്മളും പോകും. നമ്മുടെ പിന്നിൽ വേറെ കുറെ ആൾക്കാർ വരും, ഓല് ഇതിനെ പറ്റിയൊക്കെ പറയും, ഓരും പോകും, പിന്നെയും ആള് വരും. ഇലാ അൻ യരിസല്ലാഹുൽ അർള വമൻ അലൈഹ, ഈ ലോകം അല്ലാഹു അവസാനിപ്പിക്കുന്നവരെ നടക്കാൻ പോവാണ്. നബി തങ്ങൾ പറഞ്ഞു, സിത്തൂന മീലൻ ലിൽ മുഅ്മിനി ഫീഹാ അഹ്ലൂൻ, മുഅ്മിനായ മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന ആ ടെന്റിൽ ചില വീട്ടുകാരുണ്ട്. തൂഫു അലൈഹിമുൽ മുഅ്മിനു, ആ വീട്ടുകാരും സേവകരും ഒരുപാട് ആ ഹൈമക്കുള്ളിലുണ്ട്. അവരുടെ അടുത്തുകൂടെ മുഅ്മിനായ മനുഷ്യരിങ്ങനെ നടക്കും. ഫലാ യറാ ബഅദുഹും ബഅദാ, അവിടെയുള്ള ഒരാള് മറ്റൊരാളെ കാണുന്നില്ല. ഈ മുഅ്മിൻ എല്ലാവരെയും കാണുന്നുണ്ട്. അങ്ങനെയായിരിക്കും. രണ്ട് ഭാര്യമാർ ഒരു വീട്ടിൽ നിന്ന് അവർക്ക് അങ്ങോട്ടും കാണുമ്പോ പക്ഷെ അതുകൊണ്ട് രണ്ട് വീടാക്കി കൊടുക്കണത്. രണ്ട് പെണ്ണിട്ടിയൂരേ എല്ലാരും വരെ കെട്ടണ്ടെന്നാണ് രണ്ടെണ്ണം. എന്തായാലും അനുഭവം കൊണ്ട് പറയായിരിക്കുന്ന തോന്നുന്നത്. രണ്ടാളും വേറെ താമസിപ്പിക്കുന്നു, രണ്ടാളും ഒരുമിച്ച് കണ്ട പ്രശ്നമായിരിക്കുന്നു. പക്ഷെ സ്വർഗത്തിലുള്ള വേലക്കാരികളും അവരുടെ സേവകന്മാരും ഒരുപാടുണ്ട്. അവര് പരസ്പരം കാണുന്നില്ല. ഒരുപാടുള്ളത്. ഒരാൾ വിചാരിക്കുന്നത് ഈ മാസ്റ്റർക്ക് ഞാൻ മാത്രമാണ് സെർവന്റ് എന്നാണ്. അവരെല്ലാവരും ഭയങ്കര ആവേശത്തിലാണ്. ഇയാളാണെങ്കിലോ എല്ലാരെയും കാണുന്നുണ്ട്. അങ്ങനെയാണ് മുഅ്മിനായ മനുഷ്യന് കൊടുക്കുന്ന ടെന്റിന്റെ കഥയെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ കൊട്ടാരങ്ങളെ പറ്റി പറയാനുണ്ടോ? ഇതൊക്കെ എത്ര ആയത്തുകളിലാണ് അല്ലാഹു വിവരിച്ചത്, എത്ര ഹദീസുകളിലാണ് മുത്തുനബി പറഞ്ഞത്. ഇത് നബിയുടെ മുഅ്ജിസത്താണ്. സ്വർഗത്തെപ്പറ്റി, കാണാത്തൊരു ലോകത്തെപ്പറ്റി ഇങ്ങനെ പറയാൻ കഴിയില്ല ഒരു മനുഷ്യന്. അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ നാമങ്ങൾ പറഞ്ഞ അതൊരു മുഅ്ജിസത്താണെന്നാ പറയാം. എല്ലാ മനോഹരമായ നാമങ്ങളും അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. 99 മുതലേറെയും അള്ളാഹ് ഉണ്ടെന്ന അള്ളാഹുവിന്റെ വിശേഷണം. ഇതൊന്നും നമുക്കറിയില്ല എന്ന് വിചാരിക്കാം. ഒരാളോട് പറയാ, നീ അള്ളാഹിനെ പറ്റി കുറിച്ച് നല്ലത് പറയും. എത്ര വിശദീകരണം പറയാൻ പറ്റും? അവൻ കാരുണ്യവാനാണ്, അവൻ ഭംഗിയുള്ളവനാണ്, അവൻ അധികാരിയാണ്, അവൻ ഇന്നും ജീവിച്ചിരിക്കുന്ന മുമ്പേ ഉണ്ടായവനാണ്. പിന്നെ അങ്ങനെ ഒരു 8-10 പറഞ്ഞെന്ന് വരും, ഒരു 15 പറഞ്ഞെന്ന് വരും, 99 പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഇസ്മുകൾ ഓരോന്നും വേറെ വേറെ ആശയങ്ങളാണ്. ആ ഇസ്മുകൾ ഓരോന്നും ഓരോ ആശയങ്ങളാണ് നൽകുന്നത്. അങ്ങനെ ഒരു മനുഷ്യന് ചിന്തിച്ചുകൊണ്ട് പറയാൻ കഴിയില്ല എന്നാ. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ 99 പറയാൻ കഴിയില്ല. അത് വഹി കൊണ്ട് കിട്ടുന്ന വിവരമാണ്. പരിധിണ്ട്, നമ്മൾ പറഞ്ഞു നിർത്തും. അള്ളാഹുവിന് യോജിക്കുന്നതാകും വേണ്ടേ? എന്നതുപോലെ കാണാത്ത സ്വർഗലോകത്തെപ്പറ്റിയും കാണാത്ത നരകത്തെപ്പറ്റിയും നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജ് നടക്കുന്നതിന്റെ മുമ്പേ പറഞ്ഞു തന്നിട്ടുണ്ട്. മിഅ്റാജിന്റെ രാവിലെ അള്ളാഹു കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് നബിതങ്ങൾ പറയുന്ന ആ ഡിസ്ക്രിപ്ഷൻ അള്ളാഹു നൽകിയതാണ്, അള്ളാഹു നബിതങ്ങൾക്ക് അറിയിച്ചു കൊടുത്തതാണ്. നമുക്കൊന്നും ആർക്കും പറഞ്ഞുണ്ടാക്കാൻ കഴിയില്ലതൊന്നും. എന്താണ് ഈ സ്വർഗത്തെ പറ്റിയുള്ള വിവരണങ്ങളൊക്കെ? നബിതങ്ങൾ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ഗുറഫാ, സ്വർഗത്തിൽ ചില റൂമുകളുണ്ട്. യറാ ളാഹിറുഹാ മിൻ ബാതിനിഹാ, അതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അതിന്റെ പുറം കാണാൻ പറ്റും. നമ്മൾ വീടിന്റെ ഉള്ളിൽ നിന്നാൽ പുറം കാണാൻ പറ്റില്ലല്ലോ, അല്ലേ? നമ്മൾ വീടിന്റെ പുറം കാണാൻ പറ്റും, വീടിന്റെ അകത്ത് കയറിയാൽ. സ്വർഗത്തിന്റെ അങ്ങനെയല്ല. അതാണ് അകത്ത് കയറിയാലും പുറം കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലെ വീടുകൾക്കും ഇവിടുത്തെ അറബികളുടെ വീടുകൾക്കും ഒരു വ്യത്യാസം ഉണ്ടെന്നാണ്. ഇവിടുത്തെ അറബിയുടെ ഇപ്പോഴത്തെ പുതിയ വീടെന്താ എനിക്കറിയില്ല. പഴയ അറബികളുടെ വീടൊന്നും കാണാൻ വലിയ ചുരുക്കുന്നുണ്ട്. ഉള്ളുകാരി എന്തോ ഒരു ആശ്വാസവും സൗകര്യവും, ഇരിക്കാനും കുടിക്കാനും തിന്നാനൊക്കെ. നമ്മുടെ നാട്ടിൽ നേരെ ഓപ്പോസിറ്റാ. പുറത്ത് എന്തോ ഒരു ചുരുക്കുള്ള പേരെ പാൽപ്പൊടി വരെ അതിനുള്ളിൽ ഉണ്ടാവില്ല, പാല് വരെ. ഒരു ചായക്ക് ഒരു മനുഷ്യൻ വന്നാൽ കൊടുക്കാണ്ടാവില്ല. പോരാ കണ്ട കൊട്ടാരാ. അതിന്റെ ഉള്ളിൽ ഒരു ഉറക്കത്തും ഉണ്ടാവില്ല. അകം നമ്മൾ പുറമെ നന്നാക്കി വെക്കും, അല്ലേ? ഉള്ളിലൊന്നുമില്ല. സ്വർഗത്തിന്റെ റൂമുകൾക്കുള്ളിലേക്ക് കടന്നാൽ അതിന്റെ പുറംവശം കാണാൻ പറ്റും, അകം കാണുന്ന പോലെ. പുറത്തു നിന്നാൽ തന്നെ അതിന്റെ ഉള്ളും കാണാൻ പറ്റും. അവിടെ കട്ടു നോക്കുന്നവരില്ല. മനുഷ്യന്റെ സ്വകാര്യതകൾ പരിധി നോക്കുന്ന കുറുക്കന്മാരെ നടന്നു പോവില്ല. വീടിന്റെ അകവും പുറവും കാണപ്പെട്ടാൽ തന്നെ
അഅദ്ദല്ലാഹു തആല, ഇത് ആർക്കാണ് അല്ലാഹു ഒരുക്കി വെച്ചതെന്നറിയുമോ? ലിമൻ അത്അമ അത്ആം, ആളുകൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തവർക്കാണ്. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. റബീഉൽ അവ്വലാകുമ്പോൾ ഭക്ഷണം വിതരണം ചെയ്യും, ബദരീങ്ങൾ ആണ്ടാകുമ്പോൾ ഭക്ഷണം വിതരണം ചെയ്യും, ഒരു വിശേഷപ്പെട്ട ദിവസമാകുമ്പോൾ ഭക്ഷണം കൊടുക്കും. നമ്മൾ അങ്ങനെ ചെയ്യുന്നവരാണ് മുസ്ലിമീങ്ങൾ. അങ്ങനെ നല്ല സംസ്കാരമുണ്ട്. ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇല്ലാതാക്കാൻ ശ്രമിക്കണ്ട. അങ്ങനെ ഇല്ലാതാക്കണ്ട. ഭക്ഷണം കൊടുക്കുന്ന കൂലിയുള്ള കാര്യമല്ലേ? കയ്യും കണക്കില്ലാതെ കൊടുത്തേക്കണം, തിന്നാൻ കൊടുത്തേക്കണം, ഭക്ഷണം കൊടുത്തേക്കണം. മുത്തുനബി പറഞ്ഞതാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലിമൻ അത്അമ അത്ആം വഅലാനൽ കലാം, സൗമ്യമായ വാക്ക് പറയുന്നവർക്കുമാണത്. രണ്ട്, സൗമ്യമായ വാക്ക് പറയാം. ദേഷ്യപ്പെട്ട് പറയാതിരിക്കുക. എപ്പോഴും കണ്ട ദേഷ്യം, മുഴുവൻ സമയം ചൂട്, അത് വേണ്ട. ഒന്ന് കാം ഡൗൺ, പ്രഷറൊക്കെ ഒന്ന് കുറച്ചിട്ട് ഒന്ന് നല്ല മനുഷ്യനായിട്ട് വർത്തമാനം പറ. അങ്ങനെ സൗമ്യമായിട്ട് പറയും. അങ്ങനത്തെവർക്കുള്ളതാണ്. തുടർച്ചയായ സുന്നത്ത് നോമ്പുകൾ എടുത്തവർക്കുള്ളതാണ്. നാലാമത്തൊരു കാര്യം കൂടെയുണ്ട്. ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ചവർക്കുള്ളതാണ്. അവർക്കാണ് ഈ അകവും പുറവും കാണുന്ന മനോഹരമായ കൊട്ടാരങ്ങളെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ പെടാൻ നോക്കിക്കോളി മുഅ്മിനീങ്ങളെ. സ്വർഗത്തിന്റെ ലോകാണ് ഈ പറയണത്. 4 കാര്യം. ഒന്ന്, ഭക്ഷണം കൊടുക്കുക, പറ്റുന്നത് കൊടുക്കുക. നോമ്പുറപ്പിക്കൽ സുന്നത്ത റമദാൻ വരുമ്പോ വലൗ ബിശഖ്ഖി തംറത്തിൻ, അല്ലേ, ഒരു ഈത്തപ്പഴത്തിന്റെ പകുതിയെങ്കിലും കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നോമ്പ് തുറപ്പിക്കണം എന്നാ. ഒരാൾക്ക് നോമ്പുറപ്പിക്കാൻ പറ്റുമെങ്കിൽ നല്ല ചോറും കറിയും കൊടുക്കാൻ പറ്റണോ? ഈത്തപ്പഴത്തിന്റെ പകുതി കൊടുക്കരുതേ. സുന്നത്ത് കിടക്കട്ടെ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ മന്തിയോളം നോമ്പ് പോറ്റിട്ടേ കഴിഞ്ഞു പോയിക്കോളൂ, ഇനിയൊന്നുമില്ല, തന്നെയാണ് അപ്പറ്റൈസറും നിങ്ങളുടെ സ്റ്റാർട്ടറും മെയിൻ കോഴ്സും കഴിഞ്ഞു, ഡിസേർട്ടൊക്കെ തന്നെയാണ് പോയിക്കോളൂ പറയുന്നത്. ഒന്നും കൊടുക്കാനല്ല, ഈത്തപ്പഴത്തിന്റെ ഒരു ചീന്തയെ കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ അതെങ്കിലും കൊടുത്തുകൊണ്ട് നോമ്പ് തുറപ്പിച്ചോളൂ. എന്തേ? ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കൊടുത്തവർക്ക് വഅലാനൽ കലാം, സൗമ്യമായ സംസാരമുള്ളവർക്ക്. വതാബഅ സിയാം, ഒരുപാട് സുന്നത്ത് നോമ്പെടുത്തവർക്ക്. വസ്വല്ലാ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളൊക്കെ ശരിക്ക് പുതച്ച് കിടന്നുറങ്ങിയപ്പോ എഴുന്നേറ്റിരുന്ന് തഹജ്ജുദ് നിസ്കരിച്ചവരാണ്. സുബഹിക്ക് മുമ്പായിട്ട് എഴുന്നേറ്റ് നിസ്കരിച്ചവരെ, അവർക്കൊക്കെയാണ് ഈ സ്വർഗത്തിന്റെ കൊട്ടാരങ്ങളെന്ന് മുത്ത് റസൂൽ. ആ കൊട്ടാരങ്ങളുടെ രാജകുമാരനാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ കാത്തിരിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾ ചെയ്തവരെയാണ്. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. അത് നമുക്ക് ചെയ്യാൻ പറ്റൂലേ? റമദാൻ കഴിഞ്ഞാൽ പിന്നെ ആകെ മുഴുവൻ സമയം ഭക്ഷണം, കുറച്ചെന്ത് ചെയ്യുക? സുന്നത്ത് നോമ്പൊക്കെ എടുക്കുക. അങ്ങനെ ആ വെറും ഭക്ഷണത്തിലേക്ക് പോവാതിരിക്കുക. അല്ലാഹു കാക്കട്ടെ. ഇത് ഒരുക്കുകയായിരുന്നു സ്വഹാബികൾ ചെയ്തത്. അതിനുവേണ്ടി ഒരുങ്ങുകയാണ് ഓരോരുത്തരും ചെയ്തത്. അധ്വാനിച്ചപ്പോൾ, ഭൂമിയിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കെ അവരുടെ കൊട്ടാരങ്ങൾ സ്വർഗത്തിൽ അല്ലാഹു പണിയുകയായിരുന്നു. ഇവിടെ ഭൂമിയിൽ ആള് ജീവിച്ചിരിപ്പുണ്ട്, അപ്പോഴേക്കും കൊട്ടാരം കൊടുത്തിട്ടുണ്ട് അല്ലാഹു സ്വർഗത്തില്. അങ്ങനത്തെ എത്ര സംഭവങ്ങളുണ്ട്. ദഖൽതുൽ ജന്ന, മുത്തുനബി പറഞ്ഞുവല്ലോ, ഞാൻ സ്വർഗത്തിലേക്ക് കടന്നു. ഫസമയതു ഖശ്ഫതൻ ഫിൽ ജന്ന, എന്റെ പിന്നിൽ ഒരു കാലിന്റെ ശബ്ദം ഞാൻ കേട്ടു, ഒരു നടന്നു വരുന്ന ശബ്ദം ഞാൻ കേട്ടു. എന്റെ പിന്നിൽ സമിഅതു ഖശ്ഫതൻ, ഒരു കാലൊച്ച കേട്ടു. ഖുൽതു, ഞാൻ ചോദിച്ചു, മൻ ഹാദാ, ആരാണ്, ആരുടെ കാൽ ശബ്ദമാണ് ഞാൻ കേട്ടത്? ഫഖീല, എന്നോട് പറയപ്പെട്ട മറുപടി, ഹാദാ ബിലാൽ, ഇത് ബിലാലാണ് നബിയേ, അങ്ങയുടെ മുഅദ്ദിനാണ് നബിയേ, ബിലാലാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ പേര് കേട്ടപ്പോൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഭൂമിയിൽ നിന്ന് ജീവിച്ചിരിപ്പുണ്ട്, മദീനയിൽ ജീവിച്ചിരിപ്പുണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ ചെന്ന് ചോദിച്ചിട്ടുണ്ട്, ബിലാലേ, നിങ്ങൾ ഇങ്ങനെ സ്വർഗത്തിൽ കടക്കാൻ കാരണമായ എന്തെങ്കിലും പുണ്യകർമ്മങ്ങൾ നിങ്ങൾ ചെയ്തതുണ്ടോ എന്ന് പറഞ്ഞു തരണം. ആര് ചോദിച്ചു? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മറുപടി എന്നറിയോ? നബിയെ, ഞാൻ ചെയ്യുന്ന അമൽ കൂടുതലൊന്നുമില്ല നബിയെ, ഒരുപാട് അമലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ما أعلم من عمل صالح غير أني يا رسول الله ما تولأت وضوءا إلا صليت به ركعتين. എപ്പോ വുളു മുറിഞ്ഞാലും
ഞാൻ വുദു എടുക്കും നബിയെ. വുദു ചെയ്താൽ 2 റക്അത്ത് എപ്പോഴും നിസ്കരിക്കാൻ പറ്റുമല്ലോ. വുദു മുറിഞ്ഞാൽ ഞാൻ എപ്പോഴും 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്, അതല്ലാതെ ബാക്കിയൊന്നും ഞാൻ ഏറെ ചെയ്യാറില്ലെന്ന് ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിവെച്ചു കൊടുത്തു. അത് തന്നെയാണ് കാരണം ബിലാലേ. പുലിനിറം കറുത്തവരാണ്, എത്യോപ്യയിൽ നിന്ന് വന്നവരാണ്, ആഫ്രിക്കക്കാരനാണ്, ബൈ നാഷണാലിറ്റി. നബി തങ്ങളുടെ സ്വഹാബികൾ ഭയങ്കര മനോഹരല്ലേ? അവരിൽ ഖുറൈശികളുണ്ട്, ഏഷ്യക്കാരുണ്ട്, മദീനക്കാരുണ്ട്, മക്കക്കാരുണ്ട്, ത്വായിഫുകാരുണ്ട്. നബിയുടെ സ്വഹാബിമാരിൽ ഇന്ത്യക്കാരനുണ്ടായിട്ടുണ്ടല്ലോ. ഇന്ത്യക്കാരനില്ലേ ചക്രവർത്തി പെരുമാൾ? ചക്രവർത്തി പെരുമാൾ, ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന ചക്രവർത്തി പെരുമാൾ ഇന്ത്യയിൽ നിന്ന് പോയവരാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിയല്ലേ? താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച് ഇന്ന് സലാലയിൽ അന്ത്യവിഷമം കൊള്ളുന്ന ചക്രവർത്തി പെരുമാൾ താജുദ്ദീൻ റളിയല്ലാഹു അൻഹു. നബിയുടെ സ്വഹാബിമാരിൽ ആഫ്രിക്കക്കാരുണ്ട്. ആഫ്രിക്കനാണ്, എത്യോപ്യക്കാരനാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. ആഫ്രിക്കനാണ്, മൊറോക്കയിൽ നിന്ന് കടന്നു വന്ന ആളാണ് സുബ്ഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. നബിയുടെ സ്വഹാബിമാരിൽ യൂറോപ്പിൽ നിന്ന് വന്നവരുണ്ട്, യൂറോപ്പുകാരുണ്ട്. അന്ന് പാസ്പോർട്ട് എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. ആരാണ് ആ യൂറോപ്പുകാരൻ അറിയുമോ? മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു. റോമക്കാരനായ സുഹൈബ്. റോം എന്ന് പറയുന്നത് ഇറ്റലിയുടെ തലസ്ഥാനമാണ്. റോമ എന്ന് പറയുന്നത് യൂറോപ്പിന്റെ ഭാഗമാണ്. സുഹൈബ് റൂമി എന്ന് പറഞ്ഞാൽ സുഹൈബ് ദ യൂറോപ്യൻ, വാക്കിന്റെ അർത്ഥം അതാണ്. സൽമാൻ ഫാരിസി എന്ന് പറഞ്ഞാൽ സൽമാൻ ദ പേർഷ്യൻ, പേർഷ്യയിൽ നിന്ന് വന്ന സൽമാനുണ്ട്, യൂറോപ്പിൽ നിന്ന് വന്ന സുഹൈബുണ്ട്, എത്യോപ്യയിൽ നിന്ന് വന്ന ബിലാൽ എന്നവരുണ്ട്, ആഫ്രിക്കയിൽ നിന്ന് വന്ന മഹാനായ അമ്മാർ ഇബ്നു യാസിർ എന്നവരുണ്ട്, ഇന്ത്യയിൽ നിന്ന് വന്ന താജുദ്ദീൻ എന്നവരുണ്ട്, ചക്രവർത്തി പെരുമാളുണ്ട്. വളരെ മനോഹരമായ ഒരു ബൊക്കെ, ഒരുപാട് പുഷ്പങ്ങളുള്ള ബൊക്കെയാണ് ഹബീബിന്റെ കൂടെയുള്ള സംഘം. മൾട്ടിനാഷണൽ സൊസൈറ്റി. എന്തൊരു മനോഹരാണല്ലേ? മ്യൂച്വൽ റെസ്പെക്ട്, ഭയങ്കര ബഹുമാനം പരസ്പരം. ആരും ആരെയും എന്റെ പാസ്പോർട്ട് ഏതാ ഒന്നുമില്ല, എന്റെ പാസ്പോർട്ട് ബ്രിട്ടീഷ് ആണെങ്കിൽ ഞങ്ങൾക്ക് ശമ്പളം 10,000, ഇന്ത്യക്കാരനാണെങ്കിൽ 2,000. അങ്ങനെയൊന്നും അവിടെ ഇല്ല, അങ്ങനെയൊന്നും അവിടെ ഇല്ല. നബി തങ്ങളുടെ സഹാബികൾ they all enjoyed equal respect. ബിലാൽ റളിയല്ലാഹു അൻഹു, ഈ ബിലാൽ തങ്ങളാണ് സ്വർഗത്തിൽ കണ്ടത് നബി തങ്ങൾ. ബിലാൽ തങ്ങൾ വുദു എടുക്കുകയും നിസ്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കെ സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു. ആ ഒരുക്കം ഭൂമിയിൽ നടക്കുമ്പോഴേക്കും സ്വർഗത്തിലെ കൊട്ടാരം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് ബിലാൽ ഇബ്നു റബാഹ് എന്നവർക്ക് റളിയല്ലാഹു അൻഹു. ഭൂമിയിൽ ജീവിച്ചിരിക്കെ കൊട്ടാരം കിട്ടിയവർ വേറെയുമുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, വറഅയ്തു ഖസ്റാ, ഞാനൊരു കൊട്ടാരം കണ്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ അന്ന് ആ കൊട്ടാരത്തിന്റെ മുമ്പിൽ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി പെണ്ണുമുണ്ട്. ഫഖുൽതു, ഞാൻ ചോദിച്ചു, ലിമൻ ഹാദാ, ഇതാരുടെ കൊട്ടാരമാണ്? ഫഖാലു, എല്ലാ മലക്കുകളും ഓടി വന്നിട്ട് പറഞ്ഞു, ആരുടേതെന്നറിയുമോ? ആരുടേതെന്നറിയോ? ലിഉമർ ഇബ്നുൽ ഖത്താബ്, ഇത് ഖത്താബിന്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹുവിനുള്ളതാണ്. ഞങ്ങൾ പറഞ്ഞു, ഉമറേ, എനിക്ക് തോന്നി ആ കൊട്ടാരത്തിന്റെ ഉള്ളൊന്ന് പോയി ഞാനൊന്ന് കണ്ടാലോ എന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. അപ്പോഴെനിക്ക് ഓർമ്മ വന്നത്, നിങ്ങൾ വല്ലാതെ ദേഷ്യമുള്ള ആളല്ലേ, നിങ്ങൾക്കത് പിടിച്ചിട്ടില്ലെങ്കിലോ? ഞാൻ പോയില്ല. പൊന്നാര നബിയേ, നബിയേ, അങ്ങയോട് എനിക്കങ്ങനെ തോന്നുമോ നബിയേ? ഒന്ന് പോയി കൂടായിരുന്നു നബിയേ? ഉമർ തങ്ങൾ പറഞ്ഞു റളിയല്ലാഹു തആല, വീട് കുടിയിരിക്കാൻ വേണ്ടി വിളിച്ച് മുറ്റത്തുനിന്ന് ഒന്ന് സലാം പറഞ്ഞു പോവുക, അങ്ങനെ ഉണ്ടാവും? ഒന്ന് കാര്യം നോക്കണ്ടേ? അതൊരു സന്തോഷല്ലേ? പക്ഷെ നബി തങ്ങൾക്കറിയാം, ഉമർ എന്നവർ ഗീറത്തുള്ള ആളാണ്, ഭയങ്കര അഭിമാനിയാണ്, ഭയങ്കര അഭിമാനിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഉമർ റളിയല്ലാഹു തആല അൻഹു കടന്നു വരുമ്പോ ഖുറൈശികളായ കുറച്ച് സ്ത്രീകൾ വന്ന് നബി തങ്ങളുടെ വീട്ടിൽ വന്ന് എന്തൊക്കെയോ നബിയോട് ചോദിച്ചു പഠിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ അവർ ചിരിക്കുന്നുണ്ട്, അവിടെ ചെറിയ ബഹളം കേൾക്കുന്നുണ്ട്. ആ ഇടക്കാണ് ഉമർ തങ്ങളുടെ വരവ്. ഉമർ റളിയല്ലാഹു അൻഹു വരുന്നത്. ഉമർ തങ്ങൾ വന്നപ്പോ സർവ്വ പെണ്ണുങ്ങളും ഒരു മറയുടെ പിന്നിൽ പോയി ഒളിച്ചിരുന്നു. ഇത് കണ്ട് നബി ഇങ്ങനെ ചിരിക്കുകയാണ്. ഉമർ തങ്ങൾ കടന്നു വന്നപ്പോ നബിയോട് ചോദിക്കുന്നു, പൊന്നാര നബിയേ, മാ അദ്ഹകക യാ റസൂലല്ലാഹ്, എന്തിനാ നബിയെ ചിരിക്കണത് എനിക്ക് പറഞ്ഞു തരീൻ, എന്താണ് അങ്ങയെ ചിരിപ്പിച്ചത്? പൊന്നാര ഉമറേ,
നിങ്ങൾ വരുന്നത് വരെ ഇവിടെ വർത്തമാനം പറഞ്ഞ് ഉറക്കെ ചിരിച്ചിരുന്ന പെണ്ണുങ്ങൾ നിങ്ങളെ കണ്ടപ്പോ പോയി ഒളിച്ചിരിക്കുകയാണ്. തങ്ങൾക്ക് ദേഷ്യം വന്നില്ലേ? യാ അദുവാതി അൻഫുസിഹിന്ന, സ്വന്തം ശരീരങ്ങളുടെ ശത്രുക്കളായ പെണ്ണുങ്ങളെ, നിങ്ങൾ എന്നെയാണോ പേടിക്കുന്നത്? എന്നെയാണോ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെയല്ലേ പേടിക്കേണ്ടത്? എന്റെ നബിയോട് ഉറക്കെ സംസാരിക്കുകയും ഇവിടെ വെച്ച് ഉറക്കെ ചിരിക്കുകയും ചെയ്യാണോ? ഞാൻ വരുമ്പോ ഒരു ബഹുമാനം നബിയോടല്ലേ ഇത് കാണിക്കേണ്ടത് എന്ന് ഇപ്പൊ പെണ്ണുങ്ങളുള്ളെന്ന് മറുപടി കൊടുത്തു. നിങ്ങൾ വല്ലാത്ത ദേഷ്യമുള്ള ആളല്ലേ, മുത്തുനബി അങ്ങനെയല്ലല്ലോ. ഇത് കേട്ട് മുത്തുനബി ചിരിച്ചുവെന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. ചില ആളുകളുണ്ടാവും ഭയങ്കര ഗൗരവമുള്ളവരുണ്ടാവും, കണ്ട പൊടിയെ പോവും. ചിലരെ കണ്ട പൊടിയൊന്നും തോന്നൂല. എല്ലാവരും ഒരേമാതിരി ശരിയാവില്ലല്ലോ. കുറച്ച് ഗൗരവക്കാരും കുറച്ച് ഗൗരവമുള്ളവരും കുറച്ചുള്ളവരും തോന്നുള്ളവരൊക്കെ വേണ്ട ഈ ലോകത്ത്. ഉമർ തങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് ഉമറേ, ആ പെണ്ണും ആ കൊട്ടാരവും നിങ്ങളുടേതാണെന്ന് പറഞ്ഞപ്പോ എനിക്കതിന്റെ ഉള്ളിലേക്ക് കയറാനൊരു മടി തോന്നിപ്പോയി. നിങ്ങൾ വല്ലാത്ത ദേശക്കാരനല്ലേ എന്ന് ഓർമ്മ വന്നു എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലൊരു കൊട്ടാര വേണമെങ്കിൽ മുഅ്മിനെ ഒരു കാര്യം പറഞ്ഞു തരാം. ഹബീബിന്റെ ഹദീസ് കേൾക്കണം. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ വലൗ കമഫഹസി ഖതാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നഹ്. സ്വർഗത്തിലെ കൊട്ടാരം കിട്ടാനുള്ള ഷോർട്ട് കട്ടാണ് ഈ പറഞ്ഞത്. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്തിലിരിക്കും. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. നിങ്ങളെന്താ ചൂടത്ത് പോവാത്തതെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കണത്. നിങ്ങൾ ജയിച്ചു പോവുകയാണെങ്കിൽ ഞാൻ കുഞ്ഞാമാജിൽ പറയാം, കുഞ്ഞാമാജി നിങ്ങൾ ചൂടത്ത് വെച്ചിട്ട് കാര്യമില്ല, ആൾക്കാരുടെ ഇട്ടാൻ കഴിയില്ല, നിർത്താണെന്ന് നിങ്ങൾ പറഞ്ഞ് എനിക്ക് നിർത്തായിരുന്നു. നിങ്ങൾ എണീറ്റ് പോണ കാണില്ല. സമയം 12 മണിക്ക് 15 മിനിറ്റ് ഉള്ളൂ. ഇപ്പൊ എന്താ ചെയ്യാ? 1 മണി വരെ വിടാൻ പറ്റുമോ? അങ്ങനെ വേണ്ട. നാളെ നിങ്ങൾ ഡ്യൂട്ടി ഇല്ലേ? പക്ഷേ ഇതിപ്പോ നമ്മൾ എവിടെ എത്തിയിട്ടില്ല കേട്ടോ. നമുക്ക് ഒന്ന് സ്പീഡിൽ പോവാം. അങ്ങനെയാണെങ്കിൽ ഒരു 3/4 മണിക്കൂർ കൂടെ ഞാൻ ഏറെ ചോദിക്കാം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ഇടയ്ക്കൊക്കെ എഴുന്നേറ്റ് ഇപ്പിക്കണത് എന്തിനാ നിങ്ങൾക്ക് അറിയാലോ? സൗകര്യങ്ങൾക്ക് പോകാനും പിന്നെ ഒന്ന് ഉന്മേഷത്തിനൊക്കെയാണ്. ഇൻഷാ അല്ലാഹ് ഉന്മേഷവും ഉണർവും വീണ്ടെടുക്കുക പറയാറില്ലേ? ക്ഷീണം കൊണ്ട് ഉറങ്ങണവരുണ്ടാവും. ക്ഷീണം വന്നിട്ട് ജോലി കഴിഞ്ഞ് വരെയായിരിക്കും. ഞാൻ ഇവിടെ നിങ്ങളെ മാതിരി ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോവും. എനിക്ക് അത്രക്ക് ഉറക്കം വന്ന കുഞ്ഞമ്മാജിന്റെ ഈ സ്വാഗതം പറിച്ച് തുടങ്ങിയപ്പോൾ അവിടെ കയറ്റിയിരുത്തിയത്. നിങ്ങൾ വേണമെങ്കിൽ കുറച്ചു നേരം ഉറങ്ങിക്കോളി, സ്വാഗതം കഴിഞ്ഞ് നിങ്ങളെ വെള്ളമാകുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞ് ഒന്ന് ഉറങ്ങാൻ വേണ്ടി വിട്ടതാ. അത്രയും ഉറക്കം വന്ന് ഇതിന് ഉറങ്ങില്ല. നിങ്ങളിങ്ങനെ ഉറങ്ങാതിരിക്കാന്ന് പറഞ്ഞ വലിയ അത്ഭുതമാണ്. അള്ളാഹുവെ നീ സ്വീകരിക്കണേ പടച്ചോനെ. അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ. നിങ്ങളെ കാണിക്കുന്ന ഈ ഉന്മേഷവും ആവേശമൊക്കെ അള്ളാഹുവിന്റെ ദീനിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഈ സ്വർഗത്തിലേക്ക് അള്ളാഹു നമ്മെ എത്തിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ. നബി തങ്ങൾ സ്വർഗം കിട്ടാനുള്ള 2 വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഒന്ന്, സ്വർഗത്തിലെ കൊട്ടാരം ഉണ്ടാവാനുള്ള ഒരു വഴി, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു വലൗ കമഫ്ഹസി ഖതാ. ഒരു മാടപ്രാവിന് ഇരിക്കാൻ പറ്റുന്ന അത്രയെങ്കിലുമുള്ള ഒരു സ്ഥലം ഒരാൾ അള്ളാഹുവിന് വേണ്ടി പള്ളി ഉണ്ടാക്കി കൊടുത്താൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു വീട് അള്ളാഹു അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ബോക്സ് കണ്ടില്ല നിങ്ങള്? ഈ ബോക്സിനുള്ളിൽ എത്ര പ്രാവിന് ഇരുത്താൻ പറ്റും? കുറെ പ്രാക്ക് ഇരുന്നൂടെ? എത്ര വലിപ്പമുണ്ട് ആ ബോക്സ് തന്നെ അല്ലേ? അപ്പോ അള്ളാഹ്ക്ക് വേണ്ടി ഒരു പള്ളി, ഒരു പ്രാവിനിരിക്കാൻ പറ്റുന്ന അത്ര, ഒരാൾക്ക് അത്തയ്യാത്തിരിക്കാൻ പറ്റുന്ന സ്ഥലം എന്നല്ല പറഞ്ഞത്, ഒരു പ്രാവിനിരിക്കാൻ പറ്റുന്ന അത്രേ പറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് അതേ കഴിയുള്ളൂ എങ്കിൽ അത് അള്ളാഹ്ക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്താൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് അള്ളാഹു കൊട്ടാരം തരുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഞാൻ ചോദിക്കട്ടെ, നമ്മളെ നാട്ടിൽ വീട് കുടിയിരിക്കലൊക്കെ കഴിയാറില്ലേ? നടത്താറില്ലേ? നടത്താൻ ആഗ്രഹമല്ലേ? നടത്തി കഴിഞ്ഞിട്ടില്ലേ? അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞല്ലേ? അൽഹംദുലില്ലാഹ്. കഴിഞ്ഞവർക്കും കഴിയാനുള്ളവർക്കൊക്കെ അൽഹംദുലില്ലാഹ് തന്നെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ആവതും ആരോഗ്യമൊക്കെ തരട്ടെ. നമ്മുടെ ടോയ്ലറ്റിൽ ഉണ്ടാക്കാൻ കൊടുത്ത പൈസ എടുത്താലേ എത്ര പ്രാവിനിരിക്കാൻ പറ്റിയ സ്ഥലം കൊടുക്കാൻ പറ്റും? ഒരു ടോയ്ലറ്റിന് ചെലവഴിച്ച പൈസ മിനിമം 1 ലക്ഷം 2 ലക്ഷമൊക്കെയാണ് ടോയ്ലറ്റിന്. മിനിമം 10 ലക്ഷം കൊണ്ട് ടോയ്ലറ്റ് ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്നു. ആ ടൈല്, ഈ ഡിസൈൻ, ഇവിടുന്ന് റൂഫ് ഇങ്ങനെ, പിന്നെ ആ ഗ്ലാസ് ഇങ്ങനെ, ലൈറ്റ് ഇങ്ങനെ, അതിന്റെ ക്ലോസറ്റ് ഇങ്ങനെ, എന്തൊക്കെയാ ചെയ്യണത്? അവിടെ നടക്കാൻ പോണ ആക്ടിവിറ്റി എന്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയില്ലേ? അതിനാണ് ഇപ്പൊ ചെലവാക്കുന്നത് ലക്ഷങ്ങളെ. അള്ളാഹ്ക്ക് വേണ്ടി ഒരു പള്ളി, ഒരു പ്രാവിനിരിക്കാൻ പറ്റുന്ന അത്ര അത് നിങ്ങൾ കൊടുക്കുവോ? നിങ്ങൾക്ക് അള്ളാഹു സ്വർഗത്തിൽ കൊട്ടാരം തരാം. നമുക്കൊരു വീടുണ്ടാക്കാനൊക്കെ അള്ളാഹു ഐശ്വര്യം തന്നാൽ വല്ലാണ്ട് പൈസ ചെലവാക്കാതെ എന്ത് ചെയ്യാൻ? നിങ്ങൾ വേണ്ടാന്നല്ല ഞാൻ പറയണത്, അള്ളാഹ്ക്കൊരു വീട് കൂടെ പണിയാൻ എന്തെങ്കിലും കുറച്ച് ബാക്കി വെച്ചേക്കണം. എല്ലാം കൂടെ അതിമിട്ടിട്ട് പിന്നെ മരിക്കോളം കടക്കാരനായി നടക്കണ്ട. 10 ലക്ഷം വകുപ്പുള്ളവൻ 20 ലക്ഷത്തിന്റെ വീടാ വെക്കണത്. അങ്ങനെ ചെയ്യണ്ട. അള്ളാഹ്ക്ക് വേണ്ടി ഒരു വീട് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. എനിക്ക് അള്ളാഹു ആവതെന്ന്, എനിക്കൊരു വീട് ഞാൻ ദുന്യാവിൽ വെച്ചാൽ, എന്റെ കുട്ടികൾക്കും എനിക്കൊക്കെ കിടന്നുറങ്ങാനൊരു വീട് ഞാൻ വെച്ചാൽ, പിന്നെ അള്ളാഹ്ക്ക് ഞാൻ വീട് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ പറയാൻ വല്ല കുഴപ്പമൊന്നുമില്ലല്ലോ. അള്ളാഹ് ആവത് തന്നാൽ എന്നു മനസ്സിൽ നീയത്ത് ചെയ്തേക്ക്, എനിക്ക് എന്റെ ഒരു വീട് പണി കഴിഞ്ഞ് എന്റെ കയ്യിൽ പൈസ അള്ളാഹു മിച്ചം തന്നാൽ ഇൻഷാ അള്ളാഹ് ഏതെങ്കിലും സ്ഥലത്ത്, വല്ല പാലക്കാട് അട്ടപ്പാടിയിലോ അല്ല കോയമ്പത്തൂർക്ക് പോണ വഴിയിലോ അല്ലെങ്കിൽ കർണാടകയിലോ തമിഴ്നാട്ടിലോ ഒന്നും അറിയില്ലെങ്കിൽ വല്ല വെസ്റ്റ് ബംഗാളില് ദാൽഹുദന്റെ പദ്ധതിയൊക്കെ നടക്കുന്നുണ്ട്, എവിടെയെങ്കിലും ഒരു പള്ളി അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കും. അള്ളാഹ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നു. മൻ ബനാ ലില്ലാ. നാട്ടിൽ ഫിത്ന ഉണ്ടാക്കാനല്ല. അപ്പുറത്തൊരു പള്ളി ഇപ്പുറത്തൊരു പള്ളി, അവിടെ ജുമാ, തൊട്ടുപ്പുറത്തും പിടി ജുമാ, ഫിത്നയാണ്. അതിനല്ല. അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ, സുജൂദ് വെക്കാൻ, തലവെക്കാൻ ഇടമില്ലാതെ ഒരു പള്ളിയും ഖിബലയും അറിയാതെ ജീവിക്കുന്ന എത്രയോ ഗ്രാമങ്ങളുണ്ട്. എത്രയോ ഗ്രാമങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി, ഫോട്ടത്തിനല്ല, പത്രത്തിൽ വരാനല്ല, ആൾ കാണിക്കാനല്ല, അള്ളാഹ്ക്ക് വേണ്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചോ, അള്ളാഹു സ്വർഗത്തിൽ നിങ്ങൾക്കൊരു വീട് തരും. നിയ്യത്ത് ചെയ്തേക്കിൻ, അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. നിയ്യത്ത് ചെയ്തേക്കിൻ, അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ നിയ്യത്ത് ചെയ്തങ്ങ് മരിച്ചു. പള്ളി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു. പടച്ചോൻ എന്ന് ബഹ്റൈനിൽ വന്നപ്പോ അന്നത്തെ 2015 ജൂൺ എത്രയാ, 12-13 12 13 ആയി 10 അപ്പൊ ആ ജൂൺ 12-13 സമയത്ത് ഞാനൊരു നിയ്യത്ത് വെച്ചിരുന്നു. പടച്ചോനെ, ഇത് അള്ളാന്റെ മലക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റാതെ മരിച്ചാൽ നിങ്ങളവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു കൊട്ടാരുണ്ട്. ഇതെന്തേ പടച്ചോനെ, ഞാൻ ഉണ്ടാക്കിയിട്ടില്ലല്ലോ, നിനക്കൊരു നിയ്യത്ത് ഉണ്ടായിരുന്നല്ലോ, ആ സദസ്സിൽ നിയ്യത്ത് വെച്ചില്ലേ, നീ ആത്മാർത്ഥമായി ആലോചിച്ചില്ലേ, അല്ലാഹുവേ എനിക്ക് ആഗ്രഹമുണ്ട് റബ്ബേ, എനിക്ക് അവിടെ രക്ഷപ്പെടണം, നീ ആഗ്രഹിച്ചിരുന്നില്ലേ? ആ നിയ്യത്തിനാണ് ഈ കൂലി എന്ന് പറയുന്ന. നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി. മുഅ്മിനായ ഒരു മനുഷ്യന്റെ നിയ്യത്ത് അവന്റെ കർമ്മത്തെക്കാളും വലുതാണെന്ന. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നിയ്യത്ത് വെച്ചോളി മുഅ്മിനീങ്ങളെ, അതിന് മുടക്കൊന്നുമില്ലല്ലോ, അതിന് റെസിറ്റ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നിയ്യത്ത് വെച്ചോളി. അൽഹംദുലില്ലാഹ്. നിയ്യത്തുകൾ വെച്ചിട്ടുണ്ടോ? വെച്ചു ആകെ വിശ്വാസമായോ? വേഗം വെച്ച് തീർക്കാൻ. നിയ്യത്തൊക്കെ എത്ര പെട്ടെന്ന് വെക്കാന്ന. ഇൻഷാ അല്ലാഹ്. പിന്നെ പറഞ്ഞു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സ്വല്ലാ ഫിൽ യൗമി വൽ ലൈലതി 12 റക്അതൻ തതവ്വുഅൻ ബലല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഒരു ദിവസത്തെ രാത്രിയിലും പകലിലുമായി 12 റക്അത്ത് സുന്നത്ത് ഒരാൾ നിസ്കരിച്ചാൽ സ്വർഗത്തിലൊരു കൊട്ടാരം അല്ലാഹു കൊടുക്കുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 12 റക്അത്ത് ഒരു രാത്രിയിലും പകലിലുമായിട്ട് 24 മണിക്കൂറിന്റെ ഉള്ളിൽ 12 റക്അത്ത്. അത് നബി തങ്ങൾ വിശദീകരിച്ചു മറ്റൊരു ഹദീസിൽ. സുബ്ഹിന്റെ ഫർളായ സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്ത്, ഫർളായ ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത്, ളുഹർ കഴിഞ്ഞിട്ടൊരു 2 റക്അത്തും. എത്രയായി? 8. അസ്റില്ല. മഗ്രിബിന്റെ ശേഷം 2 റക്അത്ത്, ഇശാഇന്റെ ശേഷം 2 റക്അത്ത്. അതിന്റെയൊക്കെ മുമ്പ് ശേഷമൊക്കെ പല നിസ്കാരങ്ങൾക്കും സുന്നത്തുകളുണ്ട്. പക്ഷേ ഈ കൊട്ടാരം കിട്ടുമെന്ന് കാരണം പറഞ്ഞ നിസ്കാരങ്ങൾ 12 റക്അത്ത് എന്ന് നബി തങ്ങൾ പറഞ്ഞത്. സുബ്ഹിന്റെ മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 4, ളുഹറിന്റെ ശേഷം 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2. അത് അല്ലാഹുവിന് വേണ്ടി സുന്നത്തായ നിസ്കാരം നിങ്ങൾ നിർവഹിച്ചാൽ
ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു വീട് അല്ലാഹു കൊടുക്കുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പള്ളി ഉണ്ടാക്കാൻ പറ്റൂല, ആരെങ്കിലും ഉണ്ടാക്കിയ പള്ളിയിൽ പോയി നിസ്കരിച്ചുകൂടെ? അതിന് കുഴപ്പമില്ലല്ലോ, അൽഹംദുലില്ലാഹ്. ഒമാനിലൊരു മീൻകാരൻ അറബി, മീൻ പിടിക്കാൻ പോകേണ്ട അറബിയാ. ഒമാനിലെ അറബികളൊക്കെ മീൻ പിടിക്കാൻ പോകുമല്ലോ. മസ്കത്ത് എന്നവര് കോഴിക്കോട് ജില്ലയില് ബാലുശ്ശേരിക്കടുത്ത്, സ്ഥലം ഞാൻ പറയില്ല, മാനക്കടയിൽ പോണ്ടെന്ന് വെച്ചിട്ട്, ആ പരിസരത്ത് ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി വന്നു. കോഴിക്കോട് ആ റൂട്ടിലാണ്, ബാലുശ്ശേരിയിലൊന്നല്ലേ. ഒമാനിയാണ്, സാധുവായ ഒമാനെ. മൂപ്പര് നാട്ടിലെ പള്ളി എടുക്കാം, നാട്ടിലെ അറബി പള്ളി എടുത്തെന്നൊക്കെ നമ്മൾ പറയാം. അങ്ങനെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വലിയൊരു മുതലാളിന്റെ പരീക്ഷ കൊണ്ടുപോയത്. ഭയങ്കര വീടാണ്, കൊട്ടാരം കൊണ്ട്. ഇവിടെ അറബിന്റെ വീട് അയാളുടെ കാർ പോർച്ചിന് എത്ര അല്ല, അങ്ങനത്തെ അവസ്ഥയില. അങ്ങനെ ആ വീട്ടിൽ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഈ കൊണ്ടയ ഒരു മലയാളി ഉണ്ടല്ലോ കൂടെ, ഇവരോട് ചോദിച്ചു സ്വകാര്യമായിട്ട്. ഈ ഒമാനി ചോദിക്കുകയാണ്, നമ്മളെ മുപ്പര് എത്ര പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് നാട്ടിൽ? ഒരൊറ്റ പള്ളി ഉണ്ടാക്കിയിട്ടില്ലേ? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇവര് കുടുങ്ങിപ്പോയി എന്നാ. ഇവര് പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഉണ്ടാക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, ഇവര് പഠിത്തന്നെ ഉണ്ടാക്കുന്നു. അപ്പൊ നമ്മൾ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി പണ്ടത്തെ കാലത്തൊക്കെ അറബികളെ പിന്നാലെ നടക്കണം, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ. നമ്മളെ നാട്ടുകാരായ ആളുകളൊന്നും ഒരുമിച്ച് ചേർന്നാലേ എത്രയോ പള്ളികൾ അങ്ങനെ നടക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. അതിന് കൂടി ചേർന്നവർക്കൊക്കെ കൂലിയും കിട്ടും ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്തോ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും അങ്ങനെ ചെയ്യിപ്പിച്ചോളൂ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഗുരുവായൂരുകാരനാണ്, ദുബൈയിൽ ഷാർജയിലുണ്ട്. അദ്ദേഹം നമ്മൾ ഈ ഒരു ആശയം 1-2 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞപ്പോ, ചെറുപ്പക്കാരൻ, ചെറിയ ശമ്പളക്കാരനാണ്, പക്ഷെ നിയ്യത്ത് ചെയ്തു ഇൻഷാ അല്ലാഹ് ഞാൻ പള്ളി വെക്കുന്നു. സ്വയം വീടുണ്ടാക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹം അള്ളാഹുവിന്റെ വീട് വെച്ചു പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലത്ത്. അത് കഴിഞ്ഞ മാസം 15-ാം തീയതി പാണക്കാട് കുടുംബത്തിലെ ഒരു സയ്യിദ് വന്ന് ഉദ്ഘാടനം ചെയ്തു. വലിയ ഭാഗ്യമാണ്, വലിയ ഭാഗ്യം. ചെറിയ പള്ളിയാണ്, 10-15 ലക്ഷം ചെലവായിട്ടുള്ളൂ. അൽഹംദുലില്ലാഹ്. അദ്ദേഹം പറഞ്ഞു എന്റെ വീടായിട്ടില്ല സാറേ, എന്നാലും സാരല്ല, ഞാൻ അതിനു വേണ്ടി നിയ്യത്ത് ചെയ്തു. അദ്ദേഹം ആ കാര്യങ്ങൾ ഏറ്റെടുത്തു. നിയ്യത്ത് ചെയ്തേക്ക് അള്ളാഹു വഴിയുണ്ടാക്കി തരും, അള്ളാഹു വഴിയുണ്ടാക്കി തരട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തെ കൊതിപ്പിക്കുമ്പോഴൊക്കെ വിശുദ്ധ ഖുർആൻ സ്വർഗത്തെ പറ്റി പറഞ്ഞു തരുന്നുണ്ട്. മുത്തഖീന അലാ ഫുറുഷിൻ ബതാഇനുഹാ മിൻ ഇസ്തബ്റഖ് വജനൽ ജന്നതൈനി ദാൻ. അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ വിഐപികൾ കടന്നു ചെല്ലുന്ന സ്വർഗം. മുത്തഖീന അലാ ഫുറുഷിൻ, അവര് ചാരിക്കിടക്കുന്നത് ചില വിരിപ്പുകളിലാണ്. ബതാഇനുഹാ മിൻ ഇസ്തബ്റഖ്, ആ കട്ടിലുകളുടെ ഉള്ളിൽ നിറച്ചിരിക്കുന്നത് മുന്തിയ വിലയേറിയ പട്ടുടയാളകളാണ്. പട്ടാണ് ഉള്ളിൽ നിറച്ചിരിക്കുന്നത്. അതിനർത്ഥം എന്താ അറിയോ? ഉള്ളിൽ പട്ടാണെങ്കിൽ അതിന്റെ മേൽവശം എന്ത് ഭംഗിയായിരിക്കും അല്ലെ? ബെഡിന്റെ ഉള്ളിൽ ഉന്നാണെന്ന് പറയില്ല എന്ന ആ കട്ടിലിന്റെ ബെഡിന്റെ ഉള്ളിലുള്ളത് പോലും വീരാളി പട്ടാണ്. അത് സ്വർഗത്തിൻ്റെതാണ്, ഭൂമിയിലെ കാറ്റർപില്ലറിന്റെ ഭൂമിയിലെ പുഴുക്കളിൽ നിന്നുണ്ടാകുന്നതല്ല, ഭൂമിയിലെ സിൽക്ക് വർംസിന്റേതല്ല, സ്വർഗത്തിലേതാണ്. ഉള്ളു തന്നെ അങ്ങനെയാണ്, പുറം പറഞ്ഞില്ല. ഉള്ളങ്ങനെയാണെങ്കിൽ പുറം എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. വജനൽ ജന്നതൈനി ദാൻ, അവിടുത്തെ പഴവർഗ്ഗങ്ങൾ എത്തിപ്പിടിക്കാൻ പറ്റുന്ന സ്ഥലത്തുള്ളതാണ്. മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒക്കെ വിവരിക്കുന്നുണ്ട്, ഒരു പഴം കഴിക്കാൻ പഴത്തെ നോക്കുമ്പോഴേക്കും അരികത്ത് വരികയായി ഇരുന്നും കടന്നും നിന്നും അത് പറിച്ചെടുക്കാൻ പറ്റും. ഒരു പക്ഷിയെ കണ്ട് അതിനെ തിന്നാൻ കൊതിക്കുമ്പോഴേക്കും അവന്റെ മുമ്പിൽ വേവിക്കപ്പെട്ടതായത് വരികയായി. അങ്ങനെയാണ് അവിടുത്തെ കുക്കിംഗ് ഒക്കെ, അങ്ങനെയാണ്, വളരെ ഇൻസ്റ്റന്റ് കുക്കിംഗ്. നോക്കുമ്പോഴേക്കും എത്തി. ഫീഹാ, സൂറത്ത് മുഹമ്മദിൽ കാണാം, ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, രുചിമാറാത്ത നല്ല രുചിയുള്ള കലർന്നു പോവാത്ത ശുദ്ധമായ വെള്ളം ഒഴുകുന്ന പുഴകൾ അവിടെയുണ്ട്. വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, രുചിമാറ്റം വരാത്ത പാലിന്റെ പുഴകളും അവിടെയുണ്ട്. ഭൂമിയിലെ പാല് കേടുവരും? കേടുവരില്ല.
വഅൻഹാറും മിൻ ഖംറിൻ ലസ്സത്തിൻ ലിശ്ശാരിബീൻ, കുടിക്കുന്നവർക്ക് ആനന്ദം നൽകുന്ന മദ്യവും അവിടെയുണ്ട്. അവിടുത്തെ മദ്യത്തിന്റെ പുഴകളുണ്ട് അവിടെ. ആ മദ്യത്തിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ബുദ്ധിക്ക് മത്ത് പിടിപ്പിക്കൂല, ചുംബയും പറയിപ്പിക്കൂല, തോന്നിവാസം ചെയ്യിപ്പിക്കൂല, അങ്ങനത്തേതാണ്. വഅൻഹാറും മിൻ അസലിൻ മുസഫ്ഫാ, വളരെ ശുദ്ധമായ തേനിന്റെ പുഴകളും അവിടെയുണ്ട്. വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്ത്, എല്ലാ പഴവർഗ്ഗങ്ങളും അവിടെയുണ്ട്. അത് മാത്രമോ വമഗ്ഫിറതും മിർ റബ്ബിഹിം, അല്ലാഹു കൊടുക്കുന്ന മാപ്പും അവർക്കുണ്ട്. അല്ലാഹു മാപ്പ് ചെയ്തു കൊടുത്തിരിക്കുകയാണ് അവർക്ക്. ഇതെല്ലാം സ്വർഗ്ഗലോകത്തിലുണ്ടെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുന്യാവിൽ കള്ളു കുടിച്ചവർക്ക് സ്വർഗ്ഗലോകത്തെ മദ്യത്തിന്റെ പുഴകളെന്ന് കുടിക്കാൻ കഴിയില്ലെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ കുടിക്കാത്തവർക്ക് ശരിബൂ മിൻ ഖംറിൽ ആഖിറ, പരലോകത്തിന്റേത് കുടിക്കാൻ പറ്റും. ഭൂമിയിലെ കള്ളു കുടിച്ചിട്ടാണ് സ്വന്തം പെങ്ങളുടെ കൂടെ ഭാര്യയാണെന്ന് തിരിച്ചറിയാതെ, ഭാര്യയാണെന്നറിയാതെ, ഭാര്യ അല്ല എന്ന വിഷയം അറിയാതെ മറ്റു പെണ്ണുങ്ങളുടെ കൂടെ ഉമ്മയെ, പെങ്ങളെ, മക്കളെ ഒക്കെ വ്യഭിചരിക്കുന്ന മനുഷ്യന്മാരില്ല കള്ളു കുടിച്ച് ബോധമല്ലാതെ. ആഖിറത്തിന്റേത് അങ്ങനെയല്ല. ആഖിറത്തിന്റെ മദ്യം ബോധം നഷ്ടപ്പെടുത്താതാണ്. ബോധം നഷ്ടപ്പെടില്ല, സ്വഭാവം മാറില്ല. എന്നാൽ ഭൂമിയിലെ മദ്യത്തെക്കാളും എമ്പാടും രുചിയുള്ളത്, എമ്പാടും സ്വാദുള്ളത് മുഅ്മിനീങ്ങൾക്ക് അവിടെയാ. അവിടെ ഹലാലു ഹറാമുല്ല, അവിടെ ഒക്കെ ഹലാല് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ലോകമാണ്. സൂറത്തുൽ ഇൻസാനിൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ, എന്തൊരു മനോഹരാണ്. നിങ്ങൾക്ക് അറബിയൊക്കെ അറിയുമെങ്കിൽ ഇതൊന്നും അർത്ഥം വെക്കേണ്ട ആവശ്യമില്ല, അത് രസത്തിൽ മനസ്സിലാക്കാൻ പറ്റും. മലയാളം പറയുമ്പോൾ എന്റെ രസം കിട്ടണില്ല. ഖുർആന്റെ ഒരു ഭാഷന്റെ ഒരു ഭംഗി. സ്വർഗത്തിലെ പുഴകളുണ്ട്. ആ പുഴകളിൽ ഒരു പുഴയുടെ പേര് കാഫൂർ എന്നാണ്. കാഫൂർ. ഇൻസാൻ എന്ന സൂറത്തുൽ ഇൻസാനിൽ കാണാം, ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറാ. സത്യവിശ്വാസികൾ കുടിക്കുന്നുണ്ട് ചില കോപ്പകളിൽ നിന്ന്. കാന മിസാജുഹാ കാഫൂറാ, ആ കോപ്പകളിൽ നൽകപ്പെടുന്നത് കാഫൂറാണ്. എന്താണ് കാഫൂർ എന്നറിയുമോ? അനീനൻ യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറാ. മുഅ്മിനീങ്ങൾക്ക് കുടിക്കാനുള്ള അരുവിയാണത്. ആ അരുവിയിലെ വെള്ളം അവർ കുടിക്കുന്നവരാണ്. ഇനി വേണമെങ്കിൽ തസ്നീം എന്ന പുഴയിൽ പോയി കുടിക്കാൻ പറ്റും. തസ്നീം വേറൊരു പുഴയുടെ പേരാണ്. ഇന്നൽ അബ്റാറ ലഫീ നഈം അലൽ അറായികി യൻദുറൂൻ തഅരിഫു ഫീ വുജൂഹിഹിം നദ്റതൻ നഈം يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون ومزاجه من تسنيم عينا يشرب بها المقربون. അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ, അല്ലാഹുവിലേക്ക് വളരെ അടുത്തിരിക്കുന്ന ആളുകൾ കുടിക്കുന്ന വെള്ളമാണ്, അരുവിയാണ് തസ്നീം. ഇനി വേറെ ഒരു അരുവിയുണ്ട്, അതിന്റെ പേര് സൽസബീൽ. ويسقون فيها كأسا كان مزاجها زنجبيلا عينا فيها تسمى سلسبيلا. സൽസബീല. സഞ്ചബീൽ എന്ന് പറഞ്ഞാൽ എന്താ? ജിഞ്ചർ, ഇഞ്ചിക്കാണ് സഞ്ചബീൽ എന്ന് പറയാ. ഇഞ്ചിയുടെ സ്വാദ് അത് സ്വർഗത്തിലേത് വളരെ രുചികരമാണ്. ഐനൻ ഫീഹാ, അവിടെ ഒരു അരുവിയുണ്ട്. തുസമ്മ, അതിന് പേര് വെക്കപ്പെടുന്നത് സൽസബീല. അവിടെയും വന്ന് കുടിക്കുന്നവരുണ്ട്. സ്വർഗത്തിലെ രണ്ട് പുഴകൾ, സ്വർഗത്തിന്റെ മുമ്പിൽ ഒരു മഹാവൃക്ഷമുണ്ടെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വൃക്ഷത്തിന്റെ മുമ്പിലൂടെ രണ്ട് പുഴകൾ ഒഴുകുന്നുണ്ട്. ഒരു പുഴയിൽ നിന്ന് സത്യവിശ്വാസികൾ കുടിക്കുമെന്നും മറ്റേ പുഴയിൽ ചെന്നവരെ ശുദ്ധി വരുത്തുമെന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ആർക്കാണ് കൊടുക്കുന്നതെന്നറിയുമോ? സത്യവിശ്വാസികൾക്കാണ്. وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار
كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون. സ്വർഗം പറയുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് കൊതി വരുമെന്നാണ്, സ്വർഗം കാണാൻ ആഗ്രഹം വരുമെന്നാണ് ഖുർആൻ. അതുകൊണ്ടാണ് ഒരുപാട് സ്ഥലത്ത് സ്വർഗത്തെ പറ്റി പറഞ്ഞത്. ആ സ്വർഗലോകത്തിന്റെ വാതിലുകൾ മലർക്ക തുറക്കപ്പെടുകയാണ് പരിശുദ്ധ റമളാൻ കടന്നു വരുന്നതോടുകൂടെ. ആരെങ്കിലും വരുന്നുണ്ടോ ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞ് അല്ലാഹു നമ്മെ അങ്ങോട്ട് എത്തിക്കുമാറാകട്ടെ. അവിടെ പഴവർഗ്ഗങ്ങളുണ്ട്. ഏത് പഴം കൊടുത്താലും ഖാലൂ അവര് പറയും അദല്ലദീ റുസ്ഖനാ മിൻ ഖബൽ, ഇത് ഞങ്ങൾക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ടല്ലോ. വഉതൂ ബിഹി മുതശാബിഹാ. ഈ പാലസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടുത്തെ ഫ്രൂട്ട്സ് ഒക്കെ അടിച്ചു മാറ്റി കൊണ്ടുവരലുണ്ടെന്നാ തോന്നണത്. അപ്പൊ നാട്ടിൽ നിന്ന് ആരെങ്കിലും വിസിറ്റ് വന്നാലേ ഈ ഫ്രൂട്ടിന്റെ വലിയ ബാസ്ക്കറ്റ് വെച്ചത് പടച്ചോലെ ഇതെന്താ മാങ്ങേ, ഇത് മാങ്ങയല്ല, ഇത് തിന്നോക്കിയത് വേറെ സാധന. വേറൊരു പഴം കാണും, പടച്ചോനെ ഇതെന്താ, ഇത് ആമ്പൽപ്പഴം, ഇത് അതൊന്നുമല്ല, തിന്നോക്കിയത് വേറെ സാധന. ഇതിന്റെ വിചാരം കായെടുത്ത് ഹലാലാക്കി കൊണ്ടുവന്നതെന്നാ. ഇത് ഹലാലാണോന്ന് ആദ്യം ഉറപ്പുവരുത്തണേ. വല്ല പാലസിലും ജോലി ചെയ്യുന്ന മനുഷ്യന്മാരുന്ന് അവിടുത്തെ പൊരുത്തല്ലാതെ അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ സമ്മതം വാങ്ങാതെ വണ്ടിയിൽ വെച്ച് കൊണ്ടുവന്നാലൊന്നും ഹലാലാവൂലെ. ശരിക്കും മനസ്സിലാക്കിക്കോളി മുന്നാര മുഅ്മിനീങ്ങളെ, ദയവ് ചെയ്തിട്ട് ഹലാല് തിന്നാ മതി. നമ്മളെ പെണ്ണുങ്ങളൊക്കെ നാട്ടിലെ പ്രസവിക്കാൻ അടങ്ങാറാണ് ചില കേസുകളൊക്കെ വന്നപ്പോഴേ പ്രസവം തുടങ്ങണ അന്ന് തന്നെ കുട്ടിക്ക് ചുരുക്കുണ്ടാവാൻ വേണ്ടി ജാഫറാൻ കൊടുത്തയക്കാണ്, കുങ്കുമം. പെണ്ണുങ്ങൾ ഉഷാറായി പാലിലൊക്കെ കഴിക്കുക, എന്തിന്റെ കുട്ടി നല്ല ചുരുക്കുള്ള സുന്ദരി കുട്ടിയായി വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഇതിനെ നിറണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവില്ലൊക്കെ അധികം. എന്താ കാരണം എന്നറിയോ? പിന്നെ അതല്ല, പ്രസവിക്കാൻ കിടക്കുമ്പോ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഓപ്പറേഷൻ വേണ്ടെന്നും പുതിയാപ്പിളും കുടുംബങ്ങളും പുറത്തുനിന്ന് ആകെ ഇടങ്ങാറാവും. എന്താ പഠിച്ചവനെ സംഭവിക്കുക? ലേബർ റൂമ് കൊണ്ടേ ഒന്നും അറിയണില്ലല്ലോ, പ്രസവിക്കാൻ ബേജാറും വിഷമം. സൂക്ഷ്മജ്ഞാനികളായ ആളുകൾ പറയണൊരു വർത്തമാനം എന്താന്ന് വെച്ചാലേ ഈ കൊടുത്ത കുങ്കുമൊക്കെ ഷെയ്ഖിന്റെ പാലസിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടേ കൊടുത്തതായിരുന്നു. അത് കുടിച്ചാൽ പിന്നെ എങ്ങനെ ഇത് പ്രസവം എളുപ്പമാവോ? ഹലാലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളെ മലയാളികൾക്ക് കൊടുക്കണ ശമ്പളം കൊടുത്തിട്ട് കുങ്കുമമായി കൊടുക്കണ പെണ്ണുങ്ങൾക്ക്. പൊന്നാര മുഅ്മിനീങ്ങളെ കഴിക്കണത് ഹലാലാന്ന് നോക്കിക്കോളി. ദയവ് ചെയ്തിട്ട് ഗൾഫിലിപ്പോ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ, നാട്ടിൽ പോയി ഇപ്പൊ അവിടെ പോയി മനസ്സിലാവില്ല. അപ്പോ ഞാൻ പറഞ്ഞത്, ചില നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴേ ഇവിടെ കിട്ടുന്ന പഴങ്ങൾ നാട്ടിൽ കിട്ടുന്നില്ലല്ലോ. കാണുമ്പോ പടച്ചോനെ ഇത് ഞാൻ മുമ്പ് തിന്നിട്ടുണ്ടല്ലോ എന്നവൻ പറയും. ഇതല്ലേ, ഇത് ആ കോലുള്ള, പക്ഷെ സംഗതി വേറെയാണ്. തിന്നു നോക്ക്. ആപ്പിൾ അല്ല, ഇത് ആപ്രിക്കോട്ടാണ്, ഇത് പ്ലംസ്, ഇത് അതാണ്. ഓരോന്നും വേറെ വേറെ. ഇത് ബെറിയാണോ ചെറിയാണോ? ഇങ്ങനെ വളരെ മനോഹരങ്ങളായ പഴങ്ങൾ ഒന്ന് മറ്റൊന്നിനെ പോലെ എന്ന് തോന്നിപ്പിക്കുന്നുണ്ട്, പക്ഷേ രുചി വേറെയാണ്. സ്വർഗത്തിലെ പഴത്തെ സംബന്ധിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു ദിവസം ഒരു പഴം കഴിച്ചാൽ അത് കഴിച്ച് അടുത്തൊരു പഴം കഴിക്കുമ്പോഴേക്കും അതിന് വേറെ രുചിയാണെന്നാണ്. നാളെ കഴിക്കുമ്പോൾ അതിന് വേറെ രുചിയാണ്. ഓരോ ദിവസവും രുചി മാറിക്കൊണ്ടിരിക്കുന്ന. ഭൂമിയിലെ പഴങ്ങൾ മടുപ്പ് വരും, 4 ദിവസം നന്നാ മടുക്കും. സ്വർഗത്തിൽ ഇത് മടുക്കില്ല എന്നാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വർഗലോകത്തേക്ക് ആരെങ്കിലും ഒരുങ്ങാനുണ്ടോ എന്ന് നബി തങ്ങൾ വിളിച്ചിരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ സൂര്യനില്ലെന്നാണ്, കൊടും തണുപ്പുമില്ല, സൂര്യനും കൊടും തണുപ്പുമില്ല അവിടെ. മുത്തഖീന ഫീഹാ അലൽ അറായിക് ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറാ. സൂര്യൻ അവിടെ ഇല്ല, വലിയ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഒക്കെ പിടിക്കേണ്ടതുള്ളൂ, അതൊന്നുമില്ല. വലാ സംഹരീറ, സ്നോഫാളും ഐസ് ഫാളിങ് അതുമില്ല. നല്ല തണുപ്പ്, കോരിത്തണുക്കുന്ന തണുപ്പും അവിടെ ഇല്ല, ചൂടുള്ള സൂര്യന്റെ വെയിലും അവിടെ ഇല്ല. വദാനിയതൻ അലൈഹിം ളിലാലുഹാ വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീലാ. അതിന്റെ വൃക്ഷങ്ങൾക്ക് തണലുകളുണ്ട്. ആ തണല് സൂര്യപ്രകാശത്തിന് തണല് കിട്ടാനല്ല, ആസ്വദിക്കാനാണെന്നാണ്. അവിടെ പഴമുണ്ട്, വിശന്നിട്ടല്ല. പാനീയങ്ങളുണ്ട്, ദാഹിച്ചിട്ടല്ല സ്വർഗത്തിൽ കുടിക്കുന്നത്. ഒരാൾ വന്നൊരു കാര്യം പറഞ്ഞു, ഇമാം സുഹരി തങ്ങളോട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. സുഹരി ഇമാമിനോട് വന്ന് പറഞ്ഞു, സംഗതി സ്വർഗത്തിൽ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു കാര്യം കൂടെ പറഞ്ഞല്ലോ, അവിടെ ടോയ്ലറ്റ് പോകേണ്ട ആവശ്യമില്ല.
ഇതിപ്പോ എങ്ങനെ ഇതൊക്കെ തിന്നിട്ട് ഇത് എന്താ പിന്നെ ആവണത്? ഒരാൾ ചോദിച്ചു. സുഹരി ഇമാം ഒരു യുക്തിവാദിയായിരുന്ന ജിന്ദീഖ് എന്നാ പറയാ, യുക്തിവാദിക്ക് അറബിയിൽ ജിന്ദീഖ് എന്നാ പറയാ, എത്തിയസ്. സുഹരി ഇമാം പറഞ്ഞു ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു. നിർത്തി ചോദിച്ചു ഇപ്പൊ എത്ര കിലോ ഭാരമുണ്ട് നീ? ഏകദേശം കണക്കൊക്കെ പറഞ്ഞു. നിന്നെ പ്രസവിച്ചപ്പോ എത്ര കിലോ ഉണ്ടോന്ന് ചോദിച്ചു. ഇല്ല. എങ്ങനെ ഉണ്ടായത്? ഭക്ഷണം കഴിച്ചിട്ടുണ്ടായത് തന്നെയാണ്. നീ ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഉണ്ടായ സമയത്ത് എത്ര ഉണ്ടായിരുന്നു? എനിക്കറിയില്ല, ഏകദേശം 3 കിലോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഉമ്മയുടെ ഗർഭാശയത്തിൽ ജന്മം എടുക്കണ സമയത്തിന് 3 കിലോ ഉണ്ടോ? ഇല്ല. മൈക്രോഗ്രാമുകളേ ഉള്ളൂ. ചെറിയ സ്പേമിന്റെ ഒരു സെല്ലായിട്ട് കടന്ന് അല്ലെ ജൈഗോട്ടായിട്ട് മാറി ഭ്രൂണമായി ഡെവലപ്പ് ചെയ്യാൻ. അപ്പൊ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നീ വളർന്നിട്ടുണ്ടോ? ഇല്ലയോ? വളർന്നിട്ടുണ്ട്. തീരെ ഭാരമുള്ള 3 കിലോ കുട്ടിയെ വന്നില്ലേ? അപ്പൊ നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഉണ്ട്. ഉമ്മാന്റെ ഗർഭാശയത്തിൽ ടോയ്ലറ്റിക്ക് പോയിട്ടുണ്ടോ? ഇല്ല. ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നീ ടോയ്ലറ്റിക്ക് പോയിട്ടില്ല. അവിടെ വിസർജ്യം ചെയ്തിട്ടില്ലല്ലോ. പ്രസവിക്കാനൊക്കെ ആവുമ്പോഴല്ലേ, പ്രസവം വൈകിയാലല്ലേ കുട്ടി മഷി കുടിച്ചു എന്നൊക്കെ പറയാ. പക്ഷെ കുട്ടിയുടെ വളരുന്ന സ്റ്റേജിൽ കുട്ടിക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, പക്ഷെ വേസ്റ്റ് ഇല്ല. അതാണ് അത്ഭുതം. ഉമ്മയുടെ ശരീരത്തിന് പൊക്കിൽ കുടിയിലൂടെ കിട്ടുന്നുണ്ട് ഭക്ഷണം. എത്ര? അളവിന് ആവശ്യമുള്ള അത്രേ വേണ്ടൂ, ഏറെടുക്കണില്ല. അതുകൊണ്ട് കുട്ടിക്ക് വിസർജ്യം ഉണ്ടായിട്ടില്ല. ഈ ദുന്യാവിൽ നിന്നെ കൊണ്ട് അള്ളാഹു വിസർജിപ്പിക്കാതെ ഭക്ഷണം തന്നില്ലേ? ഈ റബ്ബിന് സ്വർഗത്തിൽ ഭക്ഷണം കൊടുത്ത് വിസർജിപ്പിക്കാതിരിക്കാൻ അള്ളാഹ്ക്ക് കഴിയൂലേ? ഇമാം സുഹരി തങ്ങളുടെ മറുപടി. മനസ്സിലായി. അവന് പോണ് കണ്ടിനി. പിന്നെ മുസ്ലിം ആയിക്കോളല്ലേ എന്നറിയില്ല. അവന് ഉത്തരം കിട്ടി. ഇനി വേറെന്തെങ്കിലും സംശയം ഉണ്ടോ നോക്കാൻ പോയതായിരിക്കും. അതിൽ അങ്ങനെയാണ്. ഒന്ന് തീർന്നാ പിന്നെ തീർന്നല്ലോ എന്ന് വിചാരിച്ച് കലിമല്ലി വരില്ല. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ഇവർക്കൊക്കെ അള്ളാഹു ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. സ്വർഗത്തിലെ വൃക്ഷങ്ങളെ സംബന്ധിച്ച് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, വളരെ വിലപിടിപ്പുള്ള മുത്തുകളും പവിഴങ്ങളും ഉള്ള പോലെയുള്ള വൃക്ഷങ്ങള്, അതിന്റെ മരത്തടികൾ സ്വർണത്തിൻ്റെതാണെന്ന് പറഞ്ഞു. സ്വർഗത്തിലേത് എത്ര ക്യാരറ്റാ നമുക്കറിയില്ല. ദുന്യാവത്തെ നമുക്ക് ക്യാരറ്റ് പറയാൻ പറ്റുള്ളൂ. സ്വർഗത്തിൻ്റെത് അളക്കാൻ പറ്റൂല. ഒരു കണ്ണും കാണാത്തത്, ഒരു കൊല്ലന്റെയോ ഒരു ബ്ലാക്ക് സ്മിത്തിന്റെയോ കയ്യിൽപ്പെടാത്ത സ്വർണം, അതാണ് സ്വർഗത്തിലേത്. ദുന്യാവിലേത് അങ്ങനെയൊന്നല്ലല്ലോ. നബിതങ്ങൾ പറഞ്ഞു ആരെങ്കിലും മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ ഉരിസത് ലഹു നഖ്ലത്തുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു ഈത്തപ്പന അല്ലാഹു നാട്ടി കൊടുക്കുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോളി. മുഅ്മിനീങ്ങളെ, ഒരു 7 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. മാഷേ അൽഹംദുലില്ലാഹ്. മാഷത്തീരുണ്ട്. അല്ലാഹു തആല മാഷിന്റെ കാഴ്ച ശക്തി അല്ലാഹു തിരിച്ചു കൊടുക്കുമാറാകട്ടെ. മൻ അഖദല്ലാഹു ഹബീബതൈഹി ഫസ്വബറ, ഒരു മനുഷ്യന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട് അതാരെങ്കിലും സഹിച്ചു കഴിഞ്ഞാൽ അവ്വലഹുല്ലാഹു ബിഹിമൽ ജന്ന, ആ 2 കണ്ണിന്റെയും കാഴ്ച അള്ളാഹു കൊണ്ടുപോയതിന്റെ പകരം സ്വർഗം കൊടുക്കുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ, കാഴ്ചയും അള്ളാഹു തിരിച്ചു കൊടുക്കട്ടെ. അള്ളാഹുവിന് ഇത് കൊടുക്കാൻ കഴിയുമല്ലോ, അള്ളാഹുവിന് കൊടുക്കാൻ പറ്റും. അവർ ചികിത്സിക്കുന്നുണ്ട്, ആ ചികിത്സയിൽ അള്ളാഹു ഫലം കാണിക്കുമാറാകട്ടെ. നമ്മുടെ കുഞ്ഞമാജി തന്നെ പറഞ്ഞു, 6 വർഷം അവരുടെ ഉമ്മയുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതിന്റെ ശേഷം 6 കൊല്ലം ഒന്നും കാണാത്ത അവസ്ഥയിൽ നിന്ന് പിന്നെ ഇപ്പോഴും ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്ന ഒരു ഉമ്മയുണ്ട്. 80 വയസ്സായിട്ട് 6 കൊല്ലം കണ്ണ് കണ്ടിട്ടില്ല, കണ്ണിന്റെ കാഴ്ച പോയിരുന്നു. പിന്നീട് ഒരു ചികിത്സ ഫലിച്ചു, കാഴ്ച കിട്ടി. അൽഹംദുലില്ലാഹ്. അള്ളാഹു ബഹുമാനപ്പെട്ട പി എച്ച് അബ്ദുള്ള മാഷ് ഒരുപാട് നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളിൽ ഓടിച്ചാടി നടന്നിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ആ കാഴ്ചശക്തി അള്ളാഹു തിരിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഒരു ഈത്തപ്പന കൊണ്ടുന്ന, യാ അല്ലാഹ്, നമ്മൾ 7 പറഞ്ഞു. 7 വൃക്ഷം അള്ളാഹു റെഡിയാക്കി തന്നിട്ടുണ്ട് അവിടെ. നമ്മുടെ ഖൽബിൽ നിന്നുള്ള ഇഖ്ലാസ് ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു നമുക്ക് തരട്ടെ, എമ്പാടും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നഖ്ലത്തുൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒന്ന് കിട്ടി. മുഅ്മിനീങ്ങളെ നടക്കുമ്പോഴൊക്കെ ചൊല്ലിക്കോളൂ സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അള്ളാഹ് സ്വർഗം തന്നു. നമ്മൾ ബഹ്റൈൻ പോലെ മരുഭൂമിയാണെങ്കിൽ ഇപ്പൊ എന്താ നാട്ടിൽ ചെന്നിട്ട് കാര്യം?
അവിടെ വൃക്ഷങ്ങളൊക്കെ വേണ്ടേ, അവിടെ പൂന്തോപ്പുകൾ വേണ്ടേ, നമ്മൾ നടണം. ഇവിടെ നടാൻ പറ്റും. എന്താ ചെയ്യേണ്ടതെന്നറിയോ? സുബ്ഹാനല്ലാഹി ബിഹംദിഹി, സുബ്ഹാനല്ലാഹി ബിഹംദിഹി. ഒരുപാട് വൃക്ഷങ്ങൾ അല്ലാഹു കൊടുക്കാൻ പോകുന്നുണ്ട്. ഒരു തവണ ഒരു ദിക്ർ പറഞ്ഞാൽ ഒരുപാട് വൃക്ഷങ്ങൾ. എന്ന് പറഞ്ഞാൽ ഈത്തപ്പന മാത്രം പോലെ എനിക്ക് തെങ്ങും വേണമല്ലോ, മാങ്ങയൊക്കെ വേണം, മൂച്ചി വേണം, പ്ലാവ് വേണം. ചൊല്ലിക്കോ. എന്ത് ചൊല്ലണം? സുബ്ഹാനല്ലാഹി വബിഹംദിഹി വൽഹംദു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ഒരാൾ ചൊല്ലിയാൽ വരിസതുലഹു അഷ്ജാർ, പലതരത്തിലുള്ള വൃക്ഷങ്ങൾ അല്ലാഹു അയാൾക്ക് സ്വർഗ്ഗത്തിൽ കൊടുക്കുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. കൊതുകുകളില്ലാത്ത ലോകമാണത്, പ്രയാസങ്ങളില്ലാത്ത ലോകമാണത്, ഹിംസ്ര ജന്തുക്കളോ ഇഴജന്തുക്കളോ വന്ന് പിടിക്കാത്ത ലോകമാണത്. അവിടെ ഇഷ്ടം പോലെ തണുപ്പ് വിരിക്കുന്ന തോട്ടങ്ങളും പഴവർഗ്ഗങ്ങളും കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് കൃഷി ചെയ്യണം. എന്താ കൃഷി എന്നറിയോ? 5 കാശിന് ചെലവില്ലാതെ നാവ് കൊണ്ട് അല്ലാഹുവിൽ വിശ്വസിച്ച് പറയുന്ന വാക്കുകൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി ചൊല്ലിയാൽ ഒരീത്തപ്പനയും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ ഒരുപാട് വൃക്ഷങ്ങളും അല്ലാഹു നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ തരും. അതിനർത്ഥം നിങ്ങൾ അങ്ങോട്ട് എത്തുന്ന അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് വൃക്ഷം മാത്രം നിങ്ങളെ പുറത്താക്കുന്നല്ല, നിങ്ങൾ അങ്ങോട്ട് എത്തുന്ന അതിന്റെ അർത്ഥം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റമദാൻ അവര് ഒരുങ്ങിക്കോളി, മുഅ്മിനീങ്ങളെ ഒരുങ്ങിക്കോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തുകൾ വിരിച്ചു തരുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഹൽ മിൻ മുശമ്മിരിൻ ലിൽ ജന്ന, സ്വർഗ്ഗത്തിന് ഒരുങ്ങാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞങ്ങളുണ്ട് നബിയെ എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു ഖൂലു ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്നാണ് നിങ്ങൾ പറയേണ്ടത് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുങ്ങുന്ന ആളുകളുണ്ടോ? ഇൻഷാ അല്ലാഹ് ഞങ്ങളുണ്ട് എന്ന് പറയൂ മുഅ്മിനേ. ഖൂലു ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. വഇന്ന ലക അല്ലാ തജൂഅ ഫീഹാ വലാ തഅറാ. എത്ര മനോഹരാണ് ഖുർആൻ ഈ പറയുന്നത്. ഒന്നും അർത്ഥം വെക്കാതെ ഖുർആൻ ഇങ്ങനെ ഓതാൻ തന്നെ തോന്നുക. നിങ്ങൾക്ക് തിരിഞ്ഞില്ലെങ്കിലും ഖുർആൻ കേൾക്കുന്നത് കൂലിയാണ്. സമാഉൻ യസ്ലുക സവാബുഹു, കേട്ടാ കൂലി കിട്ടുന്ന. അത് ചൂടത്ത് കേൾക്കുമ്പോ കൂലി ഏറെ കിട്ടും അല്ലേ? നിങ്ങൾ എന്താ എഴുന്നേറ്റ് പോവാത്തത് ഞാൻ ആലോചിച്ച് നോക്കണം. ചൂടുക്കണില്ല നിങ്ങൾക്കൊന്നും. അൽഹംദുലില്ലാ, ഞങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി സഹിക്കാൻ ഒരുങ്ങി റെഡിയാണല്ലേ? അൽഹംദുലില്ലാ. എത്രയോ നമ്മൾ ക്യൂ നിന്നിട്ടുണ്ടാവും ഫുട്ബോളിന് ടിക്കറ്റ് എടുക്കാന്, സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് ഇട്ടാന് അല്ലേ? അതൊക്കെ ഒന്ന് പൊറുക്കപ്പെടട്ടെ. അള്ളാഹ് കുറച്ച് ചൂടുള്ള പല രാഷ്ട്രീയ പാർട്ടിക്ക് ചിന്താവാദം വിളിക്കാണ്. റോഡിലൂടെ വാഹനത്തിന്റെ പുകയും പിടിച്ച് വെയിലും കൊണ്ട് ചിന്താവാദം പിടിച്ച് നടന്നിട്ടുണ്ടാവും. അള്ളാഹിന്റെ അടുത്ത് കിട്ടുമെന്ന് അല്ലാഹു ആലം. ഇതൊക്കെ അതിന്റെ പ്രായശ്ചിത്തങ്ങളായിക്കോട്ടെ. ഈ കൊള്ളണ വെയിൽ ഇവിടെ ഏതായാലും ഇല്ല, എന്നാലും ആ ചൂടും ആ ഒരു ഹ്യൂമിഡിറ്റി ഒക്കെ ഇൻഷാ അല്ലാഹ് അതിന് കോമ്പൻസേറ്റ് ചെയ്യുക, പകരം ചെയ്യുക. ആ ചെയ്തതിന്റെ പകരം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു കബൂലാക്കി തരട്ടെ. നിങ്ങൾ ചിന്താവാദം വിളിക്കാൻ പോയി എന്നൊന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥേ. അത് പോകാത്തവരൊക്കെ ഉണ്ടാവുക. ചിന്താവാദം വിളിക്കുന്നവരൊക്കെ നാട്ടിലുണ്ടാവും. നിങ്ങൾ ഇവിടെ കയറി പോകുന്ന അതിന് നേരമില്ലാത്തോണ്ടല്ലേ? അൽഹംദുലില്ലാ. നാട്ടില് കുരുത്തക്കേട് കളിച്ചിട്ട് ഇങ്ങോട്ട് വാപ്പാരെ കയറ്റി വിട്ടോളൂ, കൈപൊക്കിയാട്ടെ. കൈപൊക്കൊന്നും വേണ്ട. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നാട്ടില് സൂര്യൻ തരാഞ്ഞിട്ടേ 18 പാസ്പോർട്ട് എടുത്തിട്ട് കയറി പോയിക്കോ മോനെ, ഇവിടെ ഒന്നും വാപ്പാക്ക് തലവേദനയാവും. അങ്ങനെ കുരുത്തക്കേട് കളിച്ച് ഇവിടെ ഒന്ന് നന്നായവരുണ്ടാവും. നാട്ടിൽ നല്ല കുട്ടികളെ നടന്ന് ഇവിടെ ഒന്ന് കേടുന്നവരുണ്ടാവും കേട്ടോ. രണ്ടുണ്ടാവും. നമ്മൾ ആ കേടുവരിയിലുള്ള പെടുത്താതിരിക്കട്ടെ. നമ്മളെ മക്കളും നമ്മുടെ തലമുറകളിൽ അള്ളാഹു നന്മയും സ്വലാഹും അള്ളാഹു ഹിദായത്തൊക്കെ നിലനിർത്തി തരുമാറാകട്ടെ. സ്വർഗത്തിലെത്തുമ്പോ വിശക്കൂലാന്ന. ആദം നബിയോട് അല്ലാഹു പറഞ്ഞ വാക്കതാണ്. സൂറത്തു ത്വാഹയിൽ കാണാൻ പറ്റും. ഇന്ന ലക അല്ലാ തജൂഅ ഫീഹാ വലാ തഅറാ. അവിടെ വിശക്കേണ്ടതില്ല ആദം നബിയെ, നിങ്ങൾക്ക് വിശക്കില്ല. വലാ തഅറാ, വസ്ത്രമില്ലാതെ നടക്കേണ്ട അവസ്ഥയും വരില്ല. സ്വർഗത്തിൽ നിങ്ങൾക്ക് വസ്ത്രമുണ്ട്. വഅന്ന ലക ലാ തദ്മഉ ഫീഹാ വലാ തദ്ഹാ. ആദം നബിയെ, അവിടെ നിങ്ങൾക്കോ ഭാര്യ ഹവ്വാ ബീവിക്കോ ദാഹിക്കുകയോ വെയിൽ കൊള്ളുകയോ വേണ്ടി വരില്ല. ഇത് രണ്ടുമില്ല. താമസിക്കാനുള്ള ഇടവും കുടിക്കാനും കഴിക്കാനുമുള്ളത് വസ്ത്രവുമെല്ലാം ഞാൻ ഒരുക്കി തന്നിട്ടുണ്ട്. ഇപ്പൊ വിശപ്പില്ലാതെയാണ് തിന്നുന്നത്, സൂര്യനെ കാണാതെയാണ് തണലിന്റെ താഴെ പോയിരിക്കുന്നത്.
മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒക്കെ ആ സ്വർഗ്ഗത്തിന്റെ വിശദീകരണങ്ങൾ മനോഹരമായി പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ മനോഹരമാണ്. ജന്നാതു അദ്നിൻ യദ്ഖുലൂനഹാ യുഹല്ലൂന ഫീഹാ മിൻ നസാബിറ മിൻ ദഹബിൻ വലുഅ്ലുഅൻ വലിബാസുഹും ഫീഹാ ഹരീർ. സൂറത്ത് ഫാത്തിഹ. وقالوا الحمد لله الذي أذهب عنا الحزن إن ربنا لغفور شكور. സ്വർഗ്ഗത്തിലെത്തിയാൽ പറയും അൽഹംദുലില്ലാഹില്ലദി, അല്ലാഹുവേ നിനക്കാണ് സ്തുതി പടച്ചവനെ, അസ്ഹബ അന്നൽ ഹസൻ, സങ്കടം നീ ഇല്ലാതെയാക്കി തന്നല്ല പടച്ചവനെ. ദുനിയാവിൽ എത്ര സങ്കടമുണ്ട്, എത്രയെല്ലാം പ്രശ്നങ്ങളുണ്ടാവും ഓരോരുത്തർക്കും, എത്ര ടെൻഷൻ ഉണ്ടാവും ഓരോരുത്തർക്കും. റബ്ബേ, കച്ചവടക്കാരുടെ ടെൻഷൻ, അവരെ പറ്റിച്ചു പോയവര്, കിട്ടാനുള്ള പൈസ ഉള്ളത് ലൈസൻസ് പുതുക്കാൻ പറ്റാത്തവര്, പുതുക്കിയിട്ട് കച്ചവടമില്ലാത്തവര്, കച്ചവടമുണ്ട് പക്ഷേ ഭാര്യയും കുട്ടികളും പറഞ്ഞ കേൾക്കാത്ത അവസ്ഥയിലാണ്, ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവർക്കും അസുഖമാണ്, അസുഖമുണ്ട് പക്ഷെ പോരല്ല, ഇങ്ങനെ ഓരോ എന്തെല്ലാം അവസ്ഥകളാണ്. അൽഹംദുലില്ലാഹില്ലദീ, നിനക്ക് സ്തുതി അല്ലാഹ്, അദ്ഹബ അന്നൽ ഹസൻ, സങ്കടങ്ങളൊക്കെ തീർത്തു തന്നല്ലോ പടച്ചവനെ. മരിച്ചാ തീരും ദുനിയാവിലെ ടെൻഷനൊക്കെ. മുമ്പിനിങ്ങളായി നിങ്ങൾ വിഷമിക്കേണ്ട, മരിച്ചാ തീരും. ഖബറിൽ പോയി കിടന്നാൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട, കച്ചവടത്തിന് ടെൻഷൻ വേണ്ട, വിസ അടിക്കുമോ ഒന്നും കേൾക്കണ്ട, നാട്ടിൽ ലീവ് കിട്ടുമോ അതൊന്നും ഞാൻ അറിയിക്കണ്ട. മരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങൾ അതൊക്കെ. മരിച്ചു ചെന്നിട്ട് ഖബറിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റണം. നമ്മൾ അവിടെ പോവാണ്. ഇവിടെ ഈ കളി കളിച്ച് പോകാനുള്ള ലോകമല്ലല്ലോ, കാര്യത്തിന് വന്ന ലോകമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് സങ്കടങ്ങൾ നീ നീക്കി തന്നുവല്ലോ അല്ലാഹ്. ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ. അല്ലാഹു ഒരുപാട് പുറത്തു തന്നവനാണല്ലോ, ഒരുപാട് ഞങ്ങളോട് നന്ദി ചെയ്തവനാണല്ലോ. അല്ലാഹു നന്ദി ചെയ്യേ, നീ നന്ദി ചെയ്തപ്പോൾ അതിന് പ്രതിഫലം തന്നവനാണ്. അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമതി മിൻ ഫദ്ലിഹി, പടച്ചവനെ നിന്റെ ഔദാര്യം കൊണ്ട്, റബ്ബേ നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെ സ്വർഗത്തിൽ കടത്തിയവനാണ് നീ. വിധങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരുപാട് അമലുമായിട്ട് വരും, അള്ളാഹിനോട് പറയും, അല്ലാഹുവേ അദ്ഖിൽനിൽ ജന്നത ബിഅമലി, എന്റെ റസീറ്റ് ഇതാ പടച്ചവനെ, എന്റെ അമലിതാ പടച്ചവനെ, സ്വർഗം താ. ഞാൻ പൈസ കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ വെറുതെ കിട്ടിയതല്ല എന്ന് പറയില്ലേ? അല്ലാഹുവേ സ്വർഗം താ, ഞാൻ അമൽ ചെയ്തിട്ടുണ്ട്, സ്വർഗം താ. എന്തേ, നിന്റെ അമല് കൊണ്ട് സ്വർഗം വാങ്ങിക്കാൻ വന്നതാണോ? വെയിറ്റ് ഫോർ എ മൊമെന്റ്, അവിടെ നിൽക്കുന്നു. ഞാൻ നിനക്ക് തന്നതിനൊക്കെ നന്ദി ചെയ്തിട്ടുണ്ടോ? എന്നാ നിന്റെ കയ്യും കാലും കണ്ണും നാവും നിന്റെ ബ്രെയിനും ഒക്കെ ഒന്ന് എഴുന്നേറ്റിക്കട്ടെ, ഓലൊക്കെ ഒന്ന് ചോദിക്കട്ടെ, കിട്ടിയത് കിട്ടിയിട്ടുണ്ടോ എന്ന്, ആസ്വദിച്ച് കിട്ടിയിട്ടുണ്ടോ? ഫതഖൂമു ഐനാ, രണ്ട് കണ്ണുകൾ എഴുന്നേറ്റ് നിൽക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യന് ഭൂമിയിൽ കൊടുത്ത കാഴ്ചശക്തി. അല്ലാഹുവേ രണ്ട് കണ്ണുകൾ എന്ന നിഅമത്ത്, ആ നിഅമത്തിന് ഈ മനുഷ്യന്റെ അമലുകൾ എനിക്ക് ഇനിയും വേണം. വേണം പടച്ചോനെ, വേണം. സ്കാരം വേണം, നോമ്പ് വേണം, സ്വതക്ക വേണം, ദിക്ർ വേണം, സ്വലാത്ത് വേണം, ദാനധർമ്മം വേണം, സൽസ്വഭാവം വേണം, ഒക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ട് കണ്ണ് പറയുമത്രേ, അല്ലാഹുവേ ഓരോ സെക്കൻഡും അവൻ കണ്ണുകൊണ്ട് ആസ്വദിച്ചതിന് പകരമായിട്ടില്ല, അല്ലാഹ് പകരമായിട്ടില്ല, എനിക്ക് ഇനിയും വേണം. കൊടുക്കാനില്ല. മലക്കൾ പറയും, റബ്ബേ ഒക്കെ തീർന്നു, ഇനി കൊടുക്കാനില്ല. എങ്കിൽ ഈ അടിമയ്ക്ക് അമലുകൾ, കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? ഇദ്ഹബൂ ബിഹി ഇലന്നാർ, നരകത്തിലേക്ക് പോയിക്കോട്ടെ എന്ന് അല്ലാഹു പറയുമ്പോ ഈ മനുഷ്യൻ വാവിട്ട് കരഞ്ഞുകൊണ്ട് പറയും, അല്ലാഹുവേ എന്നെ നരകത്തിലേക്ക് അയക്കല്ല പടച്ചവനെ, അദ്ഖിലിൽ ജന്ന, അദ്ഖിൽനിൽ ജന്നത ബിഫദ്ലിക്, നിന്റെ ഔദാര്യം കൊണ്ട് കടത്തിത്താ പടച്ചവനെ. ഇങ്ങനെ നിന്റെ അടുത്ത് ഉണ്ടല്ലോ, ഞാൻ ചെയ്തല്ലോ എന്ന് പറയുന്നവരോട് അല്ലാഹു പറയുന്നു, നീ ചെയ്തത് കൊണ്ടല്ല, നീ ചെയ്തതിന്റെ പകരമല്ല, ഇന്നതൊക്കെ ചെയ്താൽ ഞാൻ സ്വർഗം തരാമെന്ന് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ട്. വല്ലാഹു ലാ യുഖ്ലിഫുൽ മീആദ്, അല്ലാഹു വാക്ക് പാലിക്കുന്നവനാണ്. അതുകൊണ്ട് നീ പോവാണ്, നീ സ്വർഗം വാങ്ങിച്ചതല്ല, സ്വർഗം വാങ്ങിക്കാനുള്ള കാശൊന്നും നിന്റെ കയ്യിലില്ല. അല്ലാഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമ, എന്നൊന്നും നിലനിൽക്കുന്ന വീട് അല്ലാഹു ഞങ്ങൾക്ക് തന്നുവല്ലോ. എങ്ങനെ? മിൻ ഫദ്ലിഹി, ഔദാര്യം കൊണ്ട് തന്നതാണ്, ഔദാര്യം കൊണ്ട് തന്നതാണ്. ലാ യമസ്സുനാ ഫീഹാ നസബ്,
അവിടെ നമുക്ക് ക്ഷീണമുണ്ടാവില്ലല്ലോ. വലാ യമസ്സുനാ ഫീഹാ ലുഗൂബ്, ഒരു വിഷമമുണ്ടാക്കുന്നതോ വേദനിപ്പിക്കുന്നതോ ഒന്നും നരകത്തിലില്ലല്ലോ. അല്ലാഹുവിന്റെ ആ സ്വർഗത്തെപ്പറ്റി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, അള്ളാഹുവിന്റെ വചനം, നമ്മൾ ഈ പറഞ്ഞതൊക്കെ അള്ളാഹും റസൂലും വിവരിച്ചു തന്നത് അവിടുത്തെ പുഴകൾ, അവിടുത്തെ ഹൂറുല്ലീനുകൾ എങ്ങനെയാണ്, മനോഹരികളാണ്, സുന്ദരികളാണ്. കണ്ണ് അവരുടെ ഭർത്താക്കന്മാരിലേക്കല്ലാതെ നോക്കാത്തവരാണവര്. അങ്ങനത്തെ പെണ്ണുങ്ങളാണ്. അത് മറ്റൊരു വരുന്നവരോട് മുഴുവൻ ചിരിക്കുന്ന പെണ്ണും ഭർത്താവിനോട് ചിരിക്കാത്ത പെണ്ണും, അങ്ങനെ ഇപ്പോഴത്തെ നാട്ടിലത്തെ അവസ്ഥ. ഭർത്താവിനോട് മുഴുവൻ സമയം തല്ലാണ്, പത്രക്കാരനോട് നല്ല വർത്താനം, ബസ്സുകാരെ കണ്ടിട്ടോട് എന്തോരം നല്ല ചൊറുക്കുള്ള വർത്താനം, ടെക്സ്റ്റൈൽസുകാരെ ചെറുക്കന്മാരോട് മുഴുവൻ തമാശ. പടച്ചോൻ, ഈ പെണ്ണ് ഇതിന്റെ പകുതി സ്നേഹം എന്നോട് കാട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിശ്ചയിക്കാവൂലായിരുന്നല്ലോ അല്ലേ? ഇപ്പൊ ചിന്തിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സ്വർഗവാസിനികളായ പെണ്ണുങ്ങൾ അവരുടെ ഭർത്താക്കന്മാരിലേക്ക് കണ്ണുകളെ സെറ്റ് ചെയ്ത് വെച്ചവരാണ്. ഭർത്താക്കന്മാരെ അല്ലാതെ മറ്റാരെയും അവർ നോക്കുകയില്ലെന്ന് സൂറത്തുർ റഹ്മാൻ. അവര് നാട്ടുകാരോട് ചിരിക്കാൻ നടക്കണമല്ല, അവർ ഭർത്താക്കന്മാരുടെ കൂടെയാണ്. അതിനൊരു രസമല്ലേ? അതിനൊരു തരത്തിലുള്ള ആനന്ദമില്ലേ? ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത്, ഇങ്ങനെയൊക്കെ ഞാൻ തന്നിട്ടുണ്ട്, പക്ഷേ ഉണ്ടവിടെ, ഒരു കണ്ണും കാണാത്തതുണ്ടവിടെ. വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേൾക്കാത്തതുണ്ടവിടെ. ഇപ്പറഞ്ഞതൊക്കെ കാതുകൾ കേട്ടതാണ്, നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇനി കേൾക്കാത്തതും അവിടെയുണ്ട്. വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പോലും വരാത്തത്, ചിന്തിക്കാൻ പോലും പറ്റാത്തത്. ثم قال, നബി തങ്ങൾ പറഞ്ഞു, ഇഖ്റഊ ഇൻ ശിഅ്തും, വേണമെങ്കിൽ ഓതിക്കോളൂ, ഖുർആനിലില്ലേ, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. നിങ്ങൾക്ക് മറക്കപ്പെട്ടിരിക്കുന്ന കൺകുളിർമ എത്രയാണെന്ന് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ഒരാൾക്കും അറിയാത്തത് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. ആ സ്വർഗത്തിന് ഒരുങ്ങാനുണ്ടോ? ഇത് വെറുതെ കിട്ടൂലാണ്. അധ്വാനിക്കണമെന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു അവന്റെ സ്വർഗലോകത്തേക്ക് നമ്മെ അള്ളാഹു എത്തിക്കുമാറാകട്ടെ. സ്വർഗത്തിലെ സമ്പാദ്യങ്ങളിൽ പെട്ടത് അള്ളാഹുവിന്റെ വിവരണങ്ങളിലുണ്ട്. ഹൂറുല്ലീനുകളുണ്ട്. ആ ഹൂറുല്ലീനുകൾ ആസ്വദിക്കുന്നത് പുരുഷന്മാർ മാത്രമല്ല. ഹൂറുല്ലീനുകളുടെ സേവനം, അവരുടെ സൽക്കാരം, അവര് പാട്ടുപാടി ആനന്ദിപ്പിക്കുന്നത് പുരുഷന്മാർക്കെന്ന പോലെ സ്ത്രീകൾക്കും അവർ ആനന്ദം നൽകുന്നവരാണ്. എങ്ങനെ? അവരുടെ സേവനം കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കലും വെള്ളം കുടിപ്പിക്കലും അവരെ നടത്തിക്കൊണ്ടുപോകലും അവർക്ക് വേണ്ടി പാട്ടുപാടി കൊടുക്കലും ഒക്കെ. സ്വർഗവാസിനികളായ ഹൂറുല്ലീനുകൾ മുഅ്മിനീങ്ങൾക്കെന്ന പോലെ മുഅ്മിനീങ്ങൾക്ക് അവർ ഭാര്യമാരാണ്. മുഅ്മിനാത്തുകൾക്കും അവര് സ്വർഗത്തിലെ സന്തോഷം പങ്കുവെക്കുന്നവരാണ്. ശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പറയുന്നു, ബിസ്മി ഓതാൻ പാടില്ലാത്ത സൂറ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹിസ് സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഇങ്ങനെ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അല്ലാഹു കരാർ ചെയ്തിട്ടുണ്ട്. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ശുദ്ധ ഖുർആനിലൂടെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഖുർആൻ എങ്ങനെ സ്വർഗത്തെ വിവരിച്ചുവെന്ന്. താഴ്ഭാഗത്തുകൂടെ പുഴകൾ ഒഴുകുന്നത്. വീടിന്റെ താഴെ സ്വർഗമുണ്ട്, അവിടെ താഴെ പുഴകൾ ഒഴുകുന്നുണ്ട്. തോട്ടങ്ങൾക്കിടയിലൂടെ പുഴകൾ ഒഴുകുന്നുണ്ട്, മനോഹരമായ പുഴകൾ ഒഴുകുന്നത്. ഖാലിദീന ഫീഹാ വമസാകിന ത്വയ്യിബ, മനോഹരങ്ങളായ താമസ സ്ഥലങ്ങളുമുണ്ട്. ആർക്ക്? ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. ഭർത്താവിന്റെ പേരിലാണ് പട്ടയം അല്ലെങ്കിൽ വീടിന്റെ ആധാരം, അങ്ങനെയല്ല, അവിടെ പെണ്ണുങ്ങൾക്കുണ്ട്, അവർക്കും വീടുകളുണ്ടെന്നാണ്. ഫീ ജന്നാതി അദൻ, അദൻ സ്വർഗങ്ങളിലാണ് അവരുള്ളത്. വറിളവാനും മിനല്ലാഹി അക്ബർ, അതിന്റെയൊക്കെ പുറമെ അള്ളാഹുവിന്റെ തൃപ്തിയും അവർക്കുണ്ടല്ലോ, അള്ളാഹിന്റെ പൊരുത്തം. റിളവാൻ, ഞാൻ നിങ്ങളെ പൊരുത്തപ്പെട്ടു എന്ന് അള്ളാഹു പറയുന്നത്. ذلك هو الفوز العظيم, ഏറ്റവും വലിയ വിജയം അള്ളാഹുവിന്റെ പൊരുത്തമാണല്ലോ. അതും നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. സൂറത്തുൽ തൗബയിൽ അള്ളാഹു വിവരിക്കുകയാണ്.
സ്വർഗവാസിനികളായ ഹൂറുൽ ഈനുകളുടെ കാൽ സൗന്ദര്യമുള്ളത് ഭൂമിയിൽ നിന്ന് വരുന്ന പെണ്ണുങ്ങൾക്കായിരിക്കുമെന്നാണ്. ഏറ്റവും വലിയ സൗന്ദര്യമാരെന്നറിയോ? ഭൂമിയിലെ മുഅ്മിനാത്തുകളാണ്. അവരെ കഴിഞ്ഞിട്ടേ ഹൂറുൽ ഈനുകളുള്ളൂ. അതെവിടുന്നാ മനസ്സിലായത്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ നബി തങ്ങളുടെ ഭാര്യ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അനിസാഉദ് ദുനിയ അഫ്ളു അമുൽ ഹൂറുൽ ഈൻ, ഹൂറുൽ ഈനുകളാണോ ദുനിയാവിലെ പെണ്ണുങ്ങളാണോ ശ്രേഷ്ഠരായവര്? ആര് ചോദിച്ചു? ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ. ഇതിപ്പോ പുരുഷന്മാർക്ക് തന്നെ പിടിച്ചോളണമെന്നില്ല, ഇത് പെണ്ണുങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടേണ്ട ഒരു ഹദീസ് തന്നെയാണ്. പറഞ്ഞു കൊടുക്കണ്ടേ? അവർക്കറിയാൻ ആഗ്രഹം ഉണ്ടാവൂലേ? എന്നൊന്ന് ഉഷാറായി നിൽക്കുന്ന സ്വലാത്ത് ചൊല്ലീൻ. സല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒരു ചോദ്യം ചോദിക്കട്ടെ ഇരിക്കേണ്ട മുമ്പേ, ഈ മോലിൽ നിർത്തിയാലൊന്ന് പോകായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന കൈപൊക്ഷിയാട്ട ചൂടത്തിട്ട് വൈ. നിങ്ങൾ വെറുതെ ആളെ ഇങ്ങനെ പുളിച്ചുമ്പ കയറ്റാന്നൊക്കെ പറയില്ലേ? വെറുതെ എന്നെ ഒപ്പിക്കാൻ വേണ്ടി പറയണോ? നിങ്ങൾ മനസ്സറിഞ്ഞ് പറയ്. ആരുല്ലേ? നിങ്ങൾ പറയണില്ലെങ്കിൽ പോവുകയാണെങ്കിൽ പോയിക്കോളൂ. ഇൻഷാ അല്ലാഹ് ഇവിടെ ഒക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. എന്താ ഇവിടെ ഫാനൊക്കെ ഉണ്ട്, അവിടെ ഫാൻ ഇല്ലല്ലോ. ഞാൻ ഇപ്പൊ ആലോചിച്ച് നോക്കണത്. ഇനിയിപ്പോ നിങ്ങളെ വിഷമിപ്പിക്കണത് ശരിയല്ല. ഒരു മനുഷ്യൻ കണ്ടറിയണമെന്നാ. നമ്മളൊക്കെ നീച്ചു പോയിട്ട് സർവകലാശാലയും കാര്യമായിട്ട് നമ്മൾ നിർത്തിയിട്ട് കാര്യമില്ല. അപ്പോ അൽഹംദുലില്ലാ നിങ്ങളിപ്പോ ഇരിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത. ഇനിയിപ്പോ 15 മിനിറ്റ് കൂടെ നമ്മൾ പറഞ്ഞ സമയത്തിൽ ബാക്കിയുള്ളത് 12:45, ഒരു 3/4 മണിക്കൂർ കൂടെ പറഞ്ഞില്ലേ? അതിന് 15 മിനിറ്റേ ഉള്ളൂ. എന്താ ഇപ്പൊ സമയം നല്ല പോക്കാണല്ലോ പോണത്. ബഹ്റൈനിലെ ക്ലോക്ക് കുറച്ച് ഫാസ്റ്റ് ആണല്ലോ. അൽഹംദുലില്ലാ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. സമയത്തിൽ അല്ലാഹു ബർക്കത്ത് തരട്ടെ. അല്ലാഹു ബർക്കത്ത് തരട്ടെ. ആമീൻ യാ റബ്ബ്. ഉല്ലാസ് വെള്ളം കുടിച്ചോട്ടെ, കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്ക് വെള്ളം ആവശ്യമില്ലല്ലോ. കൈപൊക്കി നമ്മൾ വോളണ്ടിയർമാർ കൊണ്ടുവന്നരും. ഇൻഷാ അല്ലാഹ് ഒന്ന് കൈപൊക്കി കാണിച്ചു കൊടുത്താൽ മതി. അവിടെ ബാക്കിൽ ആവശ്യമുണ്ട്, കൊടുക്കി. ഇൻഷാ അല്ലാഹ്. എനിക്കെന്തുകൊണ്ട് വെള്ളം തന്നില്ല എന്ന് അല്ലാഹ് ചോദിക്കുന്ന. അപ്പൊ മനുഷ്യൻ ചോദിക്കും, പടച്ചോനെ നിനക്ക് വെള്ളം കുടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? എന്റെ ഒരു അടിമക്ക് ദാഹിച്ചപ്പോൾ നീ എന്തുകൊണ്ട് കൊടുത്തില്ല? അത് കൊടുത്തിരുന്നെങ്കിൽ അതിന്റെ കൂലി നിനക്ക് ഞാൻ അവിടെ തരുമായിരുന്നല്ലോ. യാ അല്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് വോളണ്ടിയർമാർക്ക് കൂലി കിട്ടും. അത് ഒരുക്കി കൊടുത്ത ഷിഫാ അൽ ജസീറയുടെ ഹരീഫൊക്കെ പോയോ? അതെ, ഒരു കിട്ടും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അപ്പോ അല്ലാഹു ഖൈറിലാക്കട്ടെ. സ്വർഗത്തിൽ ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. നമ്മുടെ ഒരു സീഡി ഉണ്ട് ഇവിടെ, പ്രവാസിയുടെ കുടുംബം എന്നാണ്. അത് ഇവിടെ പറഞ്ഞ വേള അവിടെ പറഞ്ഞത് തന്നെയാണ്. അതിവിടെ ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് വാങ്ങിക്കൂലി എന്നാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലുമൊക്കെ സംഭവം ഒരു സ്വതക്കം കൊടുത്തിട്ടേ ഫ്രീ ആയിട്ട് വാങ്ങല്ലേ ചിലവുണ്ട്. എന്തെങ്കിലും കൊടുത്തിട്ട് വാങ്ങിക്കോളൂ ഇൻഷാ അല്ലാഹ്. ഇത്രയൊന്നൊരു കണക്കൊന്നും കുഞ്ഞാമാജി പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വിട്ടുള്ള സംഖ്യ കൊടുത്ത് വാങ്ങിക്കോളൂ. അൽഹംദുലില്ലാ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. എന്തോ ഒരു രസാണെന്നോ സ്വർഗത്തെപ്പറ്റി പറയുന്ന വാക്കുകളൊക്കെ സ്ഥലങ്ങളൊക്കെ. നമ്മൾ ചൂടത്ത് നേരെ നല്ല തണുപ്പിലിരുന്ന് പറയേണ്ട സംഗതികളാണ്. നിർത്തിയാൽ മതിയായിരുന്നൊക്കെ തോന്നേണ്ട അവസ്ഥ വരുമെന്ന് എനിക്കിങ്ങനെ പേടി തോന്നാം. എനിക്ക് എന്റെ അവസ്ഥ ആലോചിച്ചിട്ട് തോന്നാണ്. അല്ലാഹു അലം. ഏതായാലും അല്ലാഹ് നിങ്ങൾ വലിയ ഈമാനുള്ള ആൾക്കാരാണ്. അൽഹംദുലില്ലാ. അല്ലാഹു നിങ്ങളൊക്കെ ഈമാന്റെ ബർക്കത്തുകൊണ്ട് എന്നെ പോലത്തെ സാധുക്കളൊക്കെ രക്ഷപ്പെട്ടു കിട്ടുമോ എന്നുള്ള സമാധാനത്തിലാണ്. അല്ലാഹു ആ പ്രതീക്ഷകൾ അല്ലാഹു ഫലവത്താക്കി തരട്ടെ. ആമീൻ. നമ്മളെല്ലാരും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ആദ്യം പറഞ്ഞ ആമീൻ കുറവേനെ എല്ലാവർക്കും വേണ്ടി പറഞ്ഞു. അൽഹംദുലില്ലാ. അപ്പോ നബി തങ്ങളോട് ചോദിക്കുന്നു, ഉമ്മു സലമ ബീവി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പുണ്യ റസൂലേ, അനിസാഉദ് ദുനിയാ അഫ്ളു അമിൽ ഹൂറുൽ ഈൻ, ഹൂറുൽ ഈനുകളാണോ നബിയെ, ദുനിയാവിലെ പെണ്ണുങ്ങളാണോ ഏറ്റവും ഖൈർ? ആരാ ഏറ്റവും ഉഷാർ നബിയെ? സുന്ദരിമാരാരാണ്? ദുനിയാവിലെ മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളാണോ? അവർ സ്വർഗത്തിലേക്ക് എത്തിയാൽ അവരാണോ ഹൂറുൽ ഈനുകളെക്കാളും ഭംഗിയുള്ളത്? എന്താ മറുപടി എന്നറിയോ? പുരുഷന്മാരെ ഞെട്ടിപ്പിക്കുന്ന മറുപടിയാണ് വരാൻ പോണത് നബിതങ്ങളിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസാഉദ് ദുനിയാ അഫ്ളു മിനൽ ഹൂറുൽ ഈൻ, ഹൂറുൽ ഈനുകളെക്കാളും ദുനിയാവിലെ പെണ്ണുങ്ങളാണ് ശ്രേഷ്ഠരായവര്. എങ്ങനെ? കഫളിൽ ലഹാറതി അലൽ ബതാന, കഫളിൽ ലഹാറതി അലൽ ബതാന, വസ്ത്രത്തിന്റെ ഉള്ളിനേക്കാളും വസ്ത്രത്തിന്റെ പുറത്തിന്റെ മഹത്വം പോലെ. അങ്ങനെ
കുപ്പായത്തിന്റെ ഉള്ളിലെ നിറം പൊളിച്ചല്ല നമ്മൾ നോക്കുക, പുറത്ത് കാണാൻ കണ്ടതല്ല നോക്കുന്നത്. വസ്ത്രത്തിന്റെ മേൽവശം ഉള്ളിനേക്കാളും മഹത്വമായതുപോലെ സ്വർഗത്തിലെ പെണ്ണുങ്ങളെക്കാളും സ്വർഗത്തിലെ ഹൂറുല്ലീനുകളെക്കാളും ശ്രേഷ്ഠനായവർ ദുന്യാവിലെ പെണ്ണുങ്ങളാണ് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഉമ്മു സലമ ചോദിച്ചു, ബീവി റളിയല്ലാഹു അൻഹാ, യാ റസൂലല്ലാഹ് വബിമ ദാലിക, എന്തേ നബിയേ ദുന്യാവിലെ പെണ്ണുങ്ങൾ ശ്രേഷ്ഠരാവാൻ കാരണം? ബിസ്വലാത്തിഹിന്ന, അവർ 5 വക്ത് നിസ്കരിച്ചവരല്ലേ, വസുയാമിഹിന്ന, അവര് നോമ്പ് നോറ്റവരല്ലേ. നമുക്ക് റമദാൻ മാസം മുഴുവൻ നോമ്പ് നോക്കാൻ പറ്റും, പെണ്ണുങ്ങൾക്ക് അവരുടെ പീരീഡിന്റെ സമയമാകുമ്പോൾ നോമ്പ് നോക്കാൻ പറ്റൂല, റമദാനും കഴിഞ്ഞിട്ട് നോൽക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ ചോറ് വയ്ക്കൂല, വിഷമാണ്. എല്ലാവരും നോമ്പ് നോക്കുകയാണെങ്കിൽ എളുപ്പമാണ്. കുറച്ചാൾക്കാർക്ക് നോമ്പുണ്ട്, ബാക്കിയുള്ളവർക്ക് ഇല്ല, അപ്പൊ ഇച്ചിരി പ്രയാസം വരും. അവര് നോമ്പ് നോറ്റവരാണ്. വഇബാദത്തിഹിന്ന, അവർ ഒരുപാട് ഇബാദത്തുകൾ ചെയ്തവരാണ്. നബി തങ്ങൾ പറഞ്ഞു, അൽബസല്ലാഹു അസ്സ വജല്ല വുജൂഹഹുന്ന അന്നാർ നൂറ വഅജ്സാദഹുന്നൽ ഹരീർ, അല്ലാഹുവിന്റെ മുഖങ്ങൾക്ക് അന്നൂറ, പ്രകാശം ധരിപ്പിച്ചിരിക്കുന്നു. വസ്ത്രങ്ങൾക്ക് പട്ടുവസ്ത്രങ്ങളും, ബീളുൽ അൽവാൻ, നിറം വെളുത്തവരായിരിക്കും അവരെ. ദുനിയാവിലെ പെണ്ണുങ്ങളെ സ്വർഗത്തിലെത്തുമ്പോ അങ്ങനെ ആയിരിക്കും. എന്നാ പിന്നെ ഓളന്നെ ആയിക്കോട്ടെ അല്ലേ, ചിലർ അങ്ങനെ പറഞ്ഞു. ദുനിയാവിലെ പെണ്ണുങ്ങൾ സ്വർഗത്തിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് ബേജാറാണ് എത്ര ആൾക്കാരുണ്ടെന്ന പൊന്നാരസ്ഥത. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇല്ലട്ടോ, ദുന്യാവിനെ ഞാൻ അപ്പൊ തയ്ച്ചു കൊണ്ട് ഉരുട്ടിക്കൊണ്ടു പോവുകയാണ്. മരിക്കുമ്പോ തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഉരുട്ടി കൊണ്ടുപോണത്. ഇനി ഓൾ അവിടെ തന്നെ ഇന്നെ കഷ്ടപ്പാടാക്കുമല്ലോ റബ്ബേ, സ്വർഗത്തിന് സ്വൈരം തരൂലേ എന്ന് ചിന്തിക്കണ്ട. അവിടെ കാള് മാറുന്ന മൈൻഡ് സെറ്റൊക്കെ മാറും. മൊത്തം സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തിട്ടാവും. ഓട്ടോ അപ്ഡേറ്റ് കാണൂല ചിലപ്പോ. സാംസങ്ങിന്റെ ആൻഡ്രോയിഡിനും മറ്റു ഫോണുകൾ കാണും ഓട്ടോ അപ്ഡേറ്റ്. അപ്ഡേറ്റ് ചെയ്യും, ആകെ മാറും അല്ലേ. നിങ്ങളുടെ കീപാഡും നിങ്ങളുടെ കീബോർഡും ഒക്കെ മാറിയിട്ടുണ്ടാവും. എന്ന പോലെ സ്വർഗത്തിലെത്തുമ്പോ അവരുടെ ഈ സ്വഭാവം ഒക്കെ മാറി നല്ല പെണ്ണുങ്ങളായിരിക്കുന്ന. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലല്ലേ. ഇൻഷാ അല്ലാഹ് അല്ലാഹു എത്തിക്കട്ടെ. ബീളുൽ അൽവാൻ, നല്ല തൊലിനിറം വെളുത്തവരാണവർ. ഖുദുറുസ് സിയാബി, വസ്ത്രം പച്ച നിറമുള്ളവരാണ്. അത് അള്ളാഹുവിന്റെ ഹബീബിന് ഇഷ്ടമുള്ള നിറമാണെന്ന് ആ പച്ച നിറം. അപ്പൊ ലീഗിനോട് ദേഷ്യമായിട്ട് കാര്യമില്ല, നബി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള നിറമാണ്. ഖുദുറുസ് സിയാബി, വസ്ത്രങ്ങൾക്ക് പച്ച നിറമാണ്. അവരുടെ വസ്ത്രങ്ങൾക്ക് പച്ച നിറമുണ്ട്. ദുന്യാവിലെ പച്ചയല്ലല്ലോ അത്, ആനന്ദകരമായ പച്ചയാണ്. സിഫറുൽ ഹുലിയി, അവർ അണിയുന്ന ആഭരണങ്ങൾക്ക് സ്വർണത്തിന്റെ നിറമുണ്ട്, മഞ്ഞ നിറമുണ്ട്. അവരുപയോഗിക്കുന്ന ചീർപ്പുകൾ സ്വർണത്തിൻ്റെതാണ്. യഖുൽന, ദുനിയാവിലെ ഈ പെണ്ണുങ്ങൾ പാട്ടുപാടുന്നുണ്ട്. അലാ നഹനുൽ ഖാലിദാതു ഫലാ നമൂതു അബദാ, ഞങ്ങൾ മരിക്കാത്തവരാണ് കേട്ടോ, ഞങ്ങൾക്ക് മരണമില്ല, ഞങ്ങൾക്ക് പ്രായം കൂടൂല. സ്വർഗ്ഗമൊക്കെ പോകുമ്പോഴല്ലേ വേറൊന്ന് കെട്ടാനൊക്കെ, അതൊന്നും ഇവിടെ സംഭവിക്കൂല കേട്ടോ. ഫലാ നമൂതു അബദാ, ഞങ്ങൾ മരിക്കില്ല കേട്ടോ, ഞങ്ങൾ മരിക്കൂല, നിങ്ങൾ വിഷമിക്കണ്ട എന്ന് ഭർത്താക്കന്മാരോട് അവർ പാടുന്നവരാണ്. അലാ വനഹനുൻ നാഇമാതു, ഞങ്ങൾ നല്ല സ്വഭാവമുള്ള പെണ്ണുങ്ങളാണ്. ഫലാ നബ്അസു അബദാ, ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കുകയില്ല. ദുനിയാവിലെ പെണ്ണുങ്ങളെ പോലെയല്ല. അലാ വനഹനുൽ മുഖീമാതു, ഞങ്ങൾ നിന്ന് താമസിക്കുന്നവരാണ്. ഫലാ നദുഅനു അബദാ, ഞങ്ങൾ നിങ്ങളെ വിട്ട് നാട് വിട്ടു പോവില്ല. ഭർത്താവിന്റെ നാട്ടിലാക്കി ഗൾഫിക്ക് ജോലിക്ക് വരുന്ന പെണ്ണുങ്ങളുണ്ട്. എന്താണ് അവസ്ഥ? നിവൃത്തി കൊണ്ടായിരിക്കും, അള്ളാഹു നിവൃത്തികേടുകൊണ്ടായിരിക്കും. ഭർത്താവിന് രക്ഷപ്പെടാൻ വേണ്ടി പോരുന്നതുണ്ടാവും. അലാ വനഹനു റാദിയാതു, ഞങ്ങൾ തൃപ്തിപ്പെടുന്നവരാണ്. ഫലാ നസ്ഖതു അബദാ, ഞങ്ങൾ ദേഷ്യപ്പെടുകയില്ല. തൂബാ ലിമൻ കുന്നാ ലഹു വകാന ലനാ, ഞങ്ങൾ ആർക്ക് കിട്ടിയോ അവരും, ഞങ്ങൾക്ക് ആരെ കിട്ടിയോ അവരും, രണ്ടുപേർക്കും നന്മയെ, രണ്ടുപേർക്കും രക്ഷയാണ്, രണ്ടുപേർക്കും അഭിവാദ്യങ്ങളെന്ന് ഈ പെണ്ണുങ്ങൾ പറയുമെന്ന് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആര്? ദുനിയാവിലെ പെണ്ണുങ്ങള്. ദുന്യാവിലെ ഒരു മനുഷ്യൻ ഭാര്യയും ഭർത്താവും കൂടി ജീവിക്കുമ്പോ, ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുമ്പോ, കല്യാണം കഴിച്ചു കഴിഞ്ഞ ആളുകൾ തമ്മിൽ അവരുടെ ജീവിതം സക്സസ്ഫുൾ ആണോ അല്ലേ എന്നറിയാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്നാ. ജീവിതത്തിൽ സന്തോഷമുണ്ടോ, അവർ വിജയിച്ച ദമ്പതികളാണോ അല്ലയോ. കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവും ചിലപ്പോ. അതിന് ഒരു ചോദ്യം ചോദിച്ചാൽ മതി. മനുഷ്യനോട് ചോദിക്കുക,
പെണ്ണ് സ്വർഗത്തിലങ്ങ് എത്തിപ്പെടുകയാണെങ്കിൽ ഈ ഭർത്താവ് തന്നെ എനിക്ക് വേണമെന്ന് ഓൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ സ്വർഗത്തിലെത്തിയാൽ ഇവൾ തന്നെ വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ വിജയിച്ച ദമ്പതികളാണ്. ഗുഡ് സർട്ടിഫിക്കറ്റ്സ്. അതല്ല എന്നാണെങ്കിൽ നിങ്ങളുടെ ജീവിതം കട്ടപ്പോകുകയാണെന്നാണ്. അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ. അള്ളാഹു സന്തോഷത്തിലാക്കി. അള്ളാഹ്ക്ക് കഴിയാലോ. അള്ളാഹുവിനെ എത്ര പ്രയാസമുള്ളവരെ സന്തോഷിപ്പിക്കാൻ, എത്ര കരയുന്നവരെ ചിരിപ്പിക്കാൻ അള്ളാഹ്ക്ക് പറ്റും. കരയിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതും അള്ളാഹുവാണെന്നാണ്. കരയിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതും അള്ളാഹുവാണ്. ഖുർആന്റെ ആയത്തല്ലേ ഇത്? നമ്മളതിനെപ്പറ്റി ആലോചിച്ചോ? ചിരിക്കുക, കരയാന്നൊക്കെ പറഞ്ഞ് അള്ളാഹു ചെയ്യുന്ന പണിയാണെന്നാണ്. അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ. നിബിധങ്ങൾ പറയുമായിരുന്നു, ഈ സുന്ദരികളായ മുഅ്മിനത്തുകളായ ദുന്യാവിൽ നോമ്പ് നോറ്റ് നിസ്കരിച്ചു നടന്നിരുന്ന പെണ്ണുങ്ങൾ സ്വർഗത്തിലെത്തി. ആ പെണ്ണുങ്ങളെങ്ങാനും ദുന്യാവിലെ സമുദ്രങ്ങളിലെങ്ങാനും ഒന്ന് തുപ്പിയാൽ ആ തുപ്പല് കാരണം ഉപ്പുജലം കിടക്കുന്ന സർവ്വസമുദ്രങ്ങളും ശുദ്ധവെള്ളമുള്ളതാകുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രക്ക് മനോഹരമാണ്. ഒന്ന് തുപ്പിയാൽ ഉപ്പുജലം അദബത്ത്, നമ്മൾ ഡിസാലിനേഷൻ ചെയ്യും ഇവിടെ അല്ലെ, വെള്ളം ഉപ്പ് ഒഴിവാക്കിയിട്ടല്ലേ ഇവിടെ കുടിക്കാൻ കിട്ടുന്നത്, ഡിസാലിനേഷൻ പ്രോസസ്. അവരുടെ ഒരു തുപ്പല് കിട്ടിയാൽ ഈ പ്ലാന്റുകളുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് കുടിവെള്ളം കിട്ടുമായിരുന്നു. എന്നാ സ്വർഗത്തിലെ ഒരു പെണ്ണ് ഒന്ന് തുപ്പിയാൽ സമുദ്രങ്ങൾ മുഴുവനും ശുദ്ധവെള്ളമായേനെ. ആര് പറഞ്ഞു? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് ഒരുപാട് പെണ്ണുങ്ങൾക്ക് സന്തോഷ വാർത്ത കൊടുത്തിട്ടുണ്ടല്ലോ. അത് കേൾക്കാൻ പെണ്ണുങ്ങൾ അപ്പുറത്തിരിക്കണ്ടെന്നാ കേട്ടത്. ആണുങ്ങൾ പോണ കഥ പറഞ്ഞ പൊന്നാരസ്ഥ ഞങ്ങൾ പുറത്തായോ എന്ന് അവർക്ക് തോന്നൂലേ? പെണ്ണുങ്ങളെ പറ്റി നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദുന്യാവിൽ ജീവിച്ചിരിക്കെ എത്രയോ പെണ്ണുങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുത്തു. ജീവിച്ചിരിക്കെ തന്നെ അതാഹു ജിബ്രീൽ അലൈഹിസ്സലാം യൗമൻ, ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, ഹാദിഹി ഖദീജതു, ഖദീജ ബീവി ഉണ്ടല്ലോ, അത് അസത്ക നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. വമഅഹാ ഇനാഉൻ ഫീഹി ഇദാമുൻ ഔ തുആമുൻ ഔ ശറാബ്. നബിയെ, ഖദീജ ബീവി വരുന്നുണ്ട് കേട്ടോ. ഖദീജ ബീവിയുടെ കയ്യിൽ ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിൽ കുറച്ച് ഭക്ഷണവും കുറച്ച് കറിയുമുണ്ട്. അവര് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ അല്ലാഹു ഖദീജ ബീവിയോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണേ നബിയേ. ആര് പറഞ്ഞു കൊടുക്കുകയാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. ആരോട്? നബിയോട്. ഭാര്യ വരുന്നുണ്ട്, പാത്രം പിടിച്ചു വരുന്നുണ്ട്, അതിൽ നിങ്ങൾക്കുള്ള ഭക്ഷണമുണ്ട് നബിയെ. ഖദീജ ബീവി വന്നാലേ അല്ലാഹു സലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. വമിന്നീ, ഞാനും സലാം പറഞ്ഞുവെന്ന് പറയണം നബിയെ. മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാം. വബശ്ശിർഹാ ബിബൈതിൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ട് എന്നും പറഞ്ഞു കൊടുക്കണം നബിയെ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് നബിയെ ആശ്വസിപ്പിച്ചവരാണവര്. പനി പിടിച്ച് വിറച്ചു വന്നപ്പോഴാണ് ലാ യുഖ്സികല്ലാഹു അബദാ, ഭർത്താവേ നിങ്ങൾ അല്ലാഹു കൈപിടിയുകയില്ല, നിങ്ങൾ നല്ലവരാണല്ലോ, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണല്ലോ, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കൂല, നിങ്ങളുടെ മുമ്പിൽ പ്രേതം പ്രത്യക്ഷപ്പെടൂല, നിങ്ങളുടെ മുമ്പിൽ വന്നത് അല്ലാഹുവിന്റെ മാലാഖ തന്നെ ആവണം, നിങ്ങളെ അല്ലാഹു കൈപിടിയുകയില്ലെന്ന് ഹബീബിന് ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു കൊടുത്ത ഉമ്മുൽ മുഅ്മിനീൻ നമ്മുടെ ഉമ്മയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഒരു പാത്രം ഭക്ഷണം കൊണ്ട് നബിയുടെ മുമ്പിലേക്ക് നടന്നു വരുമ്പോൾ സ്വർഗ്ഗത്തിൽ വീടൊരുങ്ങിയിട്ടുണ്ടെന്ന് അല്ലാഹു ഖദീജ ബീവിക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുത്തു ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന. വേറെ ഒരു മുഅ്മിനത്ത് ദുനിയാവിൽ രണ്ട് കാലിൽ നടന്നുകൊണ്ടിരിക്കെ തന്നെ അല്ലാഹുവിന്റെ നബി, അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തിൽ വീടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് കടക്കുകയാണ്. സ്വർഗത്തിൽ ചെന്നപ്പോ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ റുമൈസ ബീവി എവിടെയുണ്ട്? ഉമ്മു സുലൈം എന്ന് പറയുന്ന ഉമ്മു അനസ് ഇബ്നു മാലിക്കിൻ, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ് റുമൈസ ബീവി. ഉമ്മു സുലൈം എന്നറിയപ്പെടുന്ന ബീവി അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ സ്വർഗത്തിലുണ്ട്, ഞാൻ അവരെ കണ്ടു എന്ന് നബി തങ്ങൾ പറഞ്ഞു. റുമൈസ ബീവിയാണെങ്കിലോ അന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. ആ ഉമ്മാക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? അനസ് റളിയല്ലാഹു അൻഹു കുട്ടിയായിരുന്ന സമയത്ത് സംസാരം പഠിക്കൂലേ കുട്ടികൾ? ഒരു വയസ്സൊക്കെ ആവുമ്പോൾ വർത്താനം പറഞ്ഞു തുടങ്ങൂലേ?
ആ സമയത്ത് കുഞ്ഞിനിങ്ങനെ പറഞ്ഞു കൊടുത്ത് എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഫകാന അവ്വല മാ തകല്ലമ ബിഹി അനസ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ആദ്യമായി അനസ് റളിയല്ലാഹു അൻഹു എന്ന നബി തങ്ങൾക്ക് 10 കൊല്ലം സേവനം ചെയ്ത ഈ സ്വഹാബി സംസാരം പഠിച്ച് ആദ്യം പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരുന്നുവെന്ന് ഈ ഉമ്മുൽ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരിൽ പ്രധാനിയായ റുമൈസാ ബീവി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ആദ്യം പറയിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഉമ്മമാര് പറഞ്ഞു കൊടുത്തേക്കണം മക്കൾക്ക്, ഉമ്മമാർക്ക് പറഞ്ഞു കൊടുത്തേക്കണം, മക്കൾക്ക് പറഞ്ഞു കൊടുത്തേക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ. ചാച്ചയും ഗുഡ് ബൈ ഒക്കെ പറയാൻ നമ്മളെ മക്കൾ ആദ്യം പഠിക്കുന്നില്ലേ? അവർക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പഠിപ്പിച്ചു കൊടുത്ത ഉമ്മ റുമൈസാ ബീവിയെ നബി തങ്ങൾ ദഖൽതുൽ ജന്ന, ഞാൻ അവിടെ കടന്നു ചെല്ലുമ്പോൾ ഫഇദാ അന ബിറുമൈസാ, അവിടെ റുമൈസാ ബീവിയെ ഞാൻ കണ്ടു എന്ന് മിഅ്റാജ് കഴിഞ്ഞ് കഥ പറയുമ്പോ റുമൈസാ ബീവി റളിയല്ലാഹു തആല അൻഹ നബിയോടൊപ്പം മദീനയിലുണ്ട്. റുമൈസാ ബീവി മദീനയിലുണ്ട്. നബി തങ്ങൾ മിഅ്റാജ് കഴിഞ്ഞ് വന്നതിന്റെ ശേഷമാണ് ഹിജ്റ നടക്കുന്നത്. മദീനയിലാണ് റുമൈസാ ബീവി ഉള്ളത്. ജീവിച്ചിരിക്കെ സ്വർഗം കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ പെണ്ണുങ്ങളായി നമ്മുടെ പെണ്ണുങ്ങൾ മാറണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുമാത്രമല്ല ഫിർഔനിന്റെ പെൺകുട്ടിക്ക്, ഫിർഔനിനൊരു മകളുണ്ട്. ആസിയ ബീവിയിൽ നിന്നല്ല, മറ്റൊരു ഭാര്യയിൽ നിന്ന് ഫിർഔനുള്ള മകളുണ്ട്. ആ മകൾക്ക് മുടി വാർന്നു കൊടുത്തിരുന്ന ഒരു പെണ്ണിന്റെ ചരിത്രമുണ്ട്. മാഷിതത്തു ബിൻത് ഫിർഔൻ, ഫിർഔൻ എന്ന ശപിക്കപ്പെട്ടവന്റെ അവന്റെ മകൾക്ക് മുടി വാർന്നു കൊടുത്തിരുന്ന പെണ്ണ്, കൊട്ടാരത്തിലുണ്ടായിരുന്ന പെണ്ണ്. മൂസ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചതിന്റെ പേരിൽ വയറിൽ ചവിട്ടി മരണപ്പെട്ടു പോയ മഹതിയാണ് മാഷിതത്തു ബിൻത് ഫിർഔൻ. മാഷിത എന്ന് പറഞ്ഞാൽ മുടി വാർന്നു വെക്കുന്നവൾ എന്നാണ്. അവരുടെ പേരറിയില്ല, പക്ഷെ നബി പഠിപ്പിച്ചതാണ്. തങ്ങൾ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് ചെന്നപ്പോ ഇസ്രാഇന്റെ സമയത്ത് ലമ്മാ ഉസ്രിയ ബി, എനിക്ക് ഇസ്രാ നടന്നപ്പോൾ മർറത് ബി റായിഹത്തുൻ ത്വയ്യിബ, ഒരു നല്ല സുഗന്ധം എന്റെ മുമ്പിലൂടെ കടന്നുപോയി. ഫഖുൽതു, ഞാൻ ചോദിച്ചു എന്താണ് ഈ സുഗന്ധം? എനിക്ക് കിട്ടിയ മറുപടി ഇത് മാഷിത ബിൻത് ഫിർഔൻ വ ഔലാദുഹാ, മാഷിതത്തു ബിൻത് ഫിർഔന വ ഔലാദിഹാ, ഫിർഔനിന്റെ മകൾക്കും അവളുടെ കുട്ടികൾക്കും മുടിവാർന്നു കൊടുത്തിരുന്ന വേലക്കാരി പെണ്ണ് മാഷിതയാണ് നബിയെ എന്ന് എന്നോട് പറയപ്പെട്ടുവെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണുങ്ങളെ സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങിക്കോളൂ. അയ്യുമംറഅത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ് സ്വല്ലത്ത് ഖംസഹാ, 5 നേരം നിസ്കരിക്കുകയും വസ്വാമത്ത് ശഹറഹാ, റമളാൻ നോമ്പ് നോൽക്കുകയും വഹഫിളത്ത് ഫർജഹാ, അവളുടെ ലൈംഗിക അവയവങ്ങൾ സൂക്ഷിക്കുകയും ചെയ്താൽ കഴിഞ്ഞില്ല, വഅതാഅത്ത് സൗജഹാ, ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ 4 കാര്യം. ആ പെണ്ണിനോട് പറയപ്പെടും ഉദ്ഖുലി മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഇതി, സ്വർഗ്ഗത്തിന്റെ ഏത് വാതിലിലൂടെ വേണോ നിനക്ക് കടന്നു പോകാമെന്ന് അവളോട് പറയപ്പെടുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിലെ മണ്ണുകൊണ്ട് അല്ലാഹു പടച്ച മനുഷ്യരായ പെണ്ണുങ്ങൾക്ക് അല്ലാഹു സൗന്ദര്യം കൊടുത്തിട്ടില്ലേ? ദുനിയാവിലെ മണ്ണുകൊണ്ട് പടച്ചത്, ദുന്യാവിലെ മണ്ണുകൊണ്ട് പടക്കപ്പെട്ട പെണ്ണുങ്ങൾക്ക് അല്ലാഹു സൗന്ദര്യം കൊടുത്തില്ലയോ? അവര് സ്വർഗത്തിലെത്തിയാൽ എന്തായിരിക്കും സൗന്ദര്യം? ഹൂറുല്ലീനുകളെ അല്ലാഹു പടച്ചത് മണ്ണുകൊണ്ടല്ല, മിൻ സഅഫറാനിൻ, സഫറാനിൽ നിന്നാണ് ഹൂറുല്ലീനുകളെ പടച്ചതെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മണ്ണെന്ന് പടച്ച പെണ്ണുങ്ങൾക്ക് ഇത്ര ഭംഗിയുണ്ടെങ്കിൽ ഹൂറുല്ലീനുകളുടെ ഭംഗി എത്രയാണ്? കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ, പുരുഷന്മാർക്ക് ഇണകളായി സ്വന്തം ഭൂമിയിലെ ഭാര്യമാരുണ്ട്, അവർക്ക് തോഴിമാരായ ഹൂറുല്ലീനുകളുമുണ്ട്. പക്ഷേ അവിടെ ചക്കൊളത്തി പോരുകളില്ല, പരസ്പരം ദേഷ്യമില്ല. മറ്റുള്ളവർ എന്റെ കൂടെ ഉണ്ടല്ലോ, സഹഭാര്യമാരുണ്ടല്ലോ, എന്റെ ഭർത്താവിന്
എന്ന് തോന്നൽ ഒരു പെണ്ണിന് സ്വർഗത്തിൽ തോന്നുകയില്ല. ഹൃദയത്തിന്റെ ഉള്ളിലെ മോശപ്പെട്ട ചിന്തകളൊക്കെ ഞാനങ്ങ് ഊരിയെടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു സ്വർഗവാസികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ മോശപ്പെട്ട ചിന്തകൾ വരില്ല, അവിടെ കളിയാക്കുന്ന മെസ്സേജുകൾ പോവില്ല, പരിഹസിക്കുന്ന ക്ലിപ്പുകൾ പോവില്ല. സ്വർഗലോകം ഹൃദയത്തിന്റെ ഉള്ളിലെ എല്ലാ മാലിന്യങ്ങളും നീക്കപ്പെട്ട കൽബുള്ളവരാണ്. ആ കൽബുകളുള്ള ആളുകൾ അലാ ഖൽബി റജുലിൻ വാഹിദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗലോകത്തിലെ ഹൂറുൽ ഈനിൽപ്പെട്ട ഏതെങ്കിലും ഒരു പെണ്ണ് ഭൂമിയിലേക്കെങ്ങാനും ഒന്ന് എത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ ലഅളഅത് മാ ബൈനഹുമാ, ആകാശഭൂമികൾക്കിടയിലുള്ള മുഴുവനും പ്രകാശിച്ചു പോയേനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലനസ്വീഫുഹാ അലാ റഅസിഹാ ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. ഹൂറുൽ ഈനുകളിൽപ്പെട്ട പെണ്ണ് തലമറക്കാൻ ഉപയോഗിക്കുന്ന തലയിലെ ഒരു കഷ്ണം വസ്ത്രമുണ്ട്. ആ വസ്ത്രം ഈ ദുനിയാവും അതിലുള്ള സർവ്വതിനേക്കാളും ഖൈറാണെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഹൂറുൽ ഈനുകളിൽപ്പെട്ട ഒരു പെണ്ണ് അവളുടെ ആ വളയെങ്ങാനും ഭൂമിയിലേക്കൊന്ന് കാണിച്ചു കൊടുത്താൽ ആ വളയുടെ പ്രകാശത്തിൽ ചന്ദ്ര സൂര്യാദികളുടെ പ്രകാശം നിലച്ചുപോയേനെ. ആ ആഭരണം അണിയുന്ന കയ്യിന്റെ ഭംഗി പിന്നെ എത്രയായിരിക്കും? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വർഗ്ഗത്തിൽ ഒരു ഹൂറുൽ ഈനുണ്ട്, അവരുടെ പേര് ഐനാഉ എന്നാണ്. ഐനാഉ മർദിയ, ഐനാഉ എന്നാണ് അവരുടെ പേര്. ഇദാ മശത്, അവൾ നടക്കുമ്പോൾ മശാ ഹൗലഹാ 70,000 വസീഫിൻ അൻ യമീനിഹാ വഅൻ യസാരിഹാ കദാലിക്. അവൾ നടക്കുമ്പോൾ അവരുടെ വലതും ഇടതും 70,000-ഓളം നല്ല മുഖഭംഗിയുള്ള ആളുകൾ അവരുടെ പിന്നാലെ നടക്കുമെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അവൾ ആരെയാ സ്വീകരിക്കാൻ അറിയോ? തഖൂലു, അവൾ പറയും, 70,000 ആളുകൾ, 70,000 വസീഫ്, എല്ലാവരും നല്ല ചുറുക്കുള്ള ആൾക്കാർ. ആരെ തെരഞ്ഞെടുക്കാന്ന് കൺഫ്യൂഷൻ ആവുമെന്ന് വിചാരിക്കും. അവൾ ചോദിക്കുന്നത് ആരെയാണെന്നറിയുമോ? എനിക്ക് വേണ്ടത് ഐനല്ലാമിറൂന ബിൽ മഅറൂഫ്, നന്മ ചെയ്യണേ എന്ന് കൽപ്പിച്ചിരുന്നവരെവിടെ? വന്നാഹൂന അനിൽ മുൻകരി, തിന്മകൾ ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുത്തിരുന്നവരെവിടെ? നമുക്ക് പരസ്പരം ദഅവത്ത് ചെയ്തൂടെ? ഓരോരുത്തർക്കും നന്മ പറഞ്ഞു കൊടുത്തൂടെ? റൂമിൽ ആരെങ്കിലും കള്ളുകുടിക്കണമെങ്കിൽ നീ ഇത് ചെയ്യല്ല എന്ന് പറഞ്ഞു കൊടുത്തൂടെ? നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരെവിടെ? എനിക്കവരെയാണ് വേണ്ടതെന്ന് ഐനാഉ എന്ന് പേരുള്ള സ്വർഗ്ഗത്തിലെ ഹൂറുൽ ഈൻ പറയുമെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് തങ്ങൾ മറ്റൊരു ഹൂറുൽ ഈന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഫിൽ ജന്നതി ഹൗറാ യുഖാലു ലഹാ ലഇബ, ലഇബ എന്ന് പറയുന്നൊരു പെണ്ണുണ്ട്. സ്വർഗവാസിനികളായ ഹൂറുൽ ഈനുകളായ അപ്സരസുകളിൽ ലൈബ, പെൺകുട്ടിക്ക് ലൈബ എന്ന പേരുണ്ട്. ലൈബ, ഈ ലൈബ എന്നുള്ള പേര് ശരിക്കത്തിൽ ലൈബയാണ്. സ്വർഗത്തിലെ ഹൂറുൽ ഈന്റെ പേരാണ് ലൈബ എന്നല്ലാതെ ലൈബ എന്ന് പറഞ്ഞ വാക്ക് അറബിയിലില്ല. ലൈബ അതിന് അർത്ഥമില്ലാത്ത വാക്ക, ലൈബയാണത്. ലൈബ, ലൈബ എന്ന പേരുള്ള പെണ്ണുണ്ട് സ്വർഗത്തിൽ. അവരുടെ ഉമിനീര് ഈ സമുദ്രങ്ങളിൽ വീണാൽ ലഅദബ മാഉൽ ബഹരി കുല്ലു, സമുദ്രവെള്ളങ്ങളൊക്കെ ശുദ്ധവെള്ളമായി മാറും. മക്തൂബുൻ അലാ ദുഹ്രിഹാ, അവരുടെ ബാക്ക് വശത്ത് പിറകിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. മൻ ഹബ്ബ അൻ യകൂന ലഹു മിസ്ലി, എന്നെ പോലോത്തവരെ ഇണകളായി വേണ്ടവർ ഫൽയഅമൽ ബിതാഅത്തി റബ്ബി, എന്റെ റബ്ബ് പറയുന്നതനുസരിച്ച് ജീവിച്ചോളൂ എന്നവരുടെ പുറത്ത് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ചില ടീഷർട്ട് കിട്ടുന്ന ആൾക്കാർ ബാക്കിൽ ഓരോന്ന് എഴുതിക്കൂലേ? ഓരോന്ന് എഴുതിക്കും. ജുമഅക്കൊക്കെ ചെല്ലുമ്പോഴാക്കാരെ ഖുതുബടക്കും പോലെ പുറത്തുള്ളതാക്കാരെ വായിച്ചുകൊണ്ടിരിക്കാൻ അല്ലേ? ഓരോ കമ്പനിന്റെ ഫോൺ നമ്പറും ഓരോ ക്ലീനിങ് കമ്പനിന്റെ അഡ്രസ്സും. ലൈബ എന്ന് പറയുന്ന ഹൂറുൽ ഈന്റെ പുറത്ത് എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത് എന്നെ പോലോത്തവർ. എന്നിട്ട് അവൾ മാത്രമല്ല, അവളെ പോലോത്ത ഒരുപാടുണ്ട്. അവളെ കിട്ടണമെങ്കിൽ എന്റെ റബ്ബ് പറഞ്ഞതനുസരിച്ച് ജീവിച്ചോളൂ എന്ന് അവളുടെ പുറത്ത് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഒരുപാട് എത്രയാണ് പറയാ. ഹദീസ് കൂടെ പറയട്ടെ, ഒരു പെണ്ണും ദുനിയാവിലെ സ്വന്തം ഭർത്താവിനെ ബുദ്ധിമുട്ടാക്കരുതേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണും ഭർത്താവിനെ ബുദ്ധിമുട്ടാക്കരുത്. പെണ്ണുങ്ങളുടെ പീഡനം സഹിക്കാൻ പറ്റാത്ത ഭർത്താക്കന്മാരാ
അവർക്ക് തന്നെ യൂണിയൻ ഉണ്ടാക്കാൻ പോകണ്ടെന്ന് എന്തോ കെട്ടിയിരുന്നു. എന്തായി ലാസ്റ്റ്? പെണ്ണുങ്ങളുടെ ഗൾഫിൽ നിന്ന് കുറെ കാലം ചെന്ന് നോക്കുമ്പോ ഭർത്താവിനെ പുറത്താക്കുന്ന പെണ്ണുങ്ങളെ എന്താണ് ആ ധൈര്യമൊക്കെ പടച്ചോനെ. കണ്ണൂർ അങ്ങനെ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞോ? ശരി തന്നെയാണത്. പോലീസ് പോയി കുറച്ചാൾക്കാർ സമരം നടത്തിയെന്ന് പറഞ്ഞു. പെണ്ണുങ്ങളുടെ പീഡനം സഹിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് നീതി വേണമെന്ന് കുറച്ച് പ്രവാസികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടത്? കേട്ടിട്ടില്ലേ? അങ്ങനെ ഇവിടെ നടന്നിട്ടുണ്ട് അല്ലേ? സമയം കഴിഞ്ഞു, നമ്മൾ നിർത്തുകയാണ്. അപ്പൊ അവസാനിപ്പിക്കാം. ഇല്ലാ ഖാലത് ലഹു സൗജതുഹു, ദുന്യാവിലെ പെണ്ണ് തന്റെ ഭർത്താവിനെ ബുദ്ധിമുട്ടാക്കിയാൽ സ്വർഗവാസിനിയായി പെണ്ണ് പറയുമത്രയല്ല, അള്ളാഹു നിന്നോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു, ആ ഭർത്താവിനെ നീ ബുദ്ധിമുട്ടാക്കല്ലേ. നിന്റെ അടുത്ത് തൽക്കാലത്തേക്ക് വന്നതാണ്. നിന്നെ ഒഴിവാക്കി എന്റെ അടുത്തേക്ക് വരാൻ പോകുന്ന എന്റെ ഭർത്താവാണ് അയാളെ നീ ബുദ്ധിമുട്ടാക്കല്ലേ എന്ന് സ്വർഗത്തിലെ അയാളുടെ പുതുനാരിമാർ അവർ വിളിച്ചു പറയുമെന്ന് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ്, മുഴുവൻ ചർച്ച ചെയ്യാൻ സമയമല്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ആ സ്വർഗത്തിലും എത്തിക്കുമാറാകട്ടെ. അത് തുറന്നു വെക്കപ്പെടുന്ന കവാടങ്ങൾ തുറക്കപ്പെടുന്ന ആ ഒരു പരിശുദ്ധമായ മാസത്തിലേക്ക് കടക്കാണ്. സ്വർഗം കിട്ടാനുള്ള ഒരുപാട് വഴികൾ. ഒന്ന്, തഖ്വയോടുകൂടെ ജീവിക്കൽ തന്നെയാണ്. അള്ളാഹു പറഞ്ഞതുപോലെ, അള്ളാഹു അനുശാസിക്കുന്ന പോലെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ നൂറും അവനെ കാണാനുള്ള ഭാഗ്യവും ലഭിക്കുന്ന സ്വർഗത്തിലേക്ക് അള്ളാഹു നമ്മെ എത്തിക്കുമാറാകട്ടെ. അള്ളാഹിനെ കാണുക എന്ന വലിയ നിഅമത്തുൽ കുബ്റ, റബ്ബിനെ കാണുക എന്ന വലിയൊരു അനുഗ്രഹമുണ്ട്. അത് കിട്ടുന്നവരാണ് സ്വർഗത്തിൽ ഏറ്റവും സ്ഥാനമുള്ളവർ. ഇൻഷാ അല്ലാഹ് വഴിയിൽ ആ ചർച്ചകളൊക്കെ ഇനി പിന്നീടാവാം. സമയം വൈകിപ്പോയി. സമയം ഞാൻ പറഞ്ഞതൊരു 10 മിനിറ്റ് ഏറെ ആയിട്ടുണ്ട്. അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ദുആ ചെയ്ത് പിരിയാ. ഒന്നുമില്ലല്ലോ പറയാൻ? അൽഹംദുലില്ലാഹ്. ആയിക്കോട്ടെ. പുരുഷന്മാര് ഈ ഗേറ്റിലൂടെയാണ് പോകേണ്ടത്. കഴിഞ്ഞു പോകുമ്പോൾ സ്ത്രീകൾ ആ സൈഡിലൂടെയാണ്. അപ്പോൾ പരസ്പരം മിംഗ്ലിങ് വരരുത്. പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി പോവാണ്. ബഹുമാനപ്പെട്ട പി എച്ച് അബ്ദുള്ള മാഷാണ് നമ്മുടെ സദസ്സിലേക്ക് എത്തിയത്. അവരുടെ രോഗശമനത്തിന് വേണ്ടി ഒരു രാത്രി കൊണ്ടാണ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. ഒരു രാത്രി കൊണ്ട് രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കണ്ണിന് കാഴ്ചല്ല. വളരെ ആവേശവും ചെറുപ്പക്കാരനായി നടന്ന അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിന്റെ മനക്കരുത്ത് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. വലിയൊരു മനക്കരുത്തും ഒരു ഖുവ്വത്ത് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു എന്ന് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അവിടെ കണ്ണിന്റെ കാഴ്ചയും അള്ളാഹു കൊടുക്കട്ടെ. കടമേരി ഇബ്രാഹിം ഹാജി സുവല്ല, അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കുമാറാകട്ടെ. പിന്നെ മാലിക് ദീനാർ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ ഒക്കെ വലിയ പ്രവർത്തകനായിരുന്ന സെയ്ദ് മുഹമ്മദ് ഹാജി നമ്മുടെ കൈപ്പമംഗലം, അവരും സുഖമില്ലാതെ കിടപ്പിലാണ്. അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. ഇതിലേറെക്കുപരി ബഹുമാനപ്പെട്ട സമസ്തയുടെ അള്ളാഹു സലാമത്ത് നൽകട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ മഹാനായ പ്രസിഡന്റ്, വളരെ സാത്വികരായ അള്ളാഹുവിന്റെ ആരിഫും വലിയ ആലിമും ഒക്കെ ദാഴിയും ഒക്കെയായ ബഹുമാനപ്പെട്ട ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ ക്ഷീണത്തിലും വിഷമത്തിലും ചികിത്സയിലും ഒക്കെയാണ്. അള്ളാഹുർക്കും സലാമത്തും ശിഫയും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി, അവർക്ക് മരിച്ചുപോർക്ക് അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. രോഗികളായ മുഴുവൻ ആൾക്കും അള്ളാഹു ശിഫ നൽകട്ടെ. ഹിദ് സമസ്ത കോർഡിനേറ്റർ അസീസ് മൗലവി സുഖല്ലാതെ വിഷമത്തിനാണ്. അള്ളാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരി ഭാര്യ ഗർഭിണിയാണ്, സുഖപ്രസവം ദ്വാരക്കാന്ന് പറഞ്ഞു. വിഖായ മെമ്പർ, അൽഹംദുലില്ലാഹ് അവർക്കൊക്കെ അള്ളാഹു കൺകുളമുള്ള മക്കളെ കൊടുക്കട്ടെ, സുഖപ്രസവം നൽകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ ഓരോന്ന് നമ്മൾ വിളിച്ചു പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരുടെയും നിയ്യത്ത് അള്ളാഹുവിനറിയാം. നമ്മൾ പറഞ്ഞതും പറയാനിരിക്കുന്നതും പറയാൻ പോകുന്നതും ഒക്കെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നമുക്ക് നിറവേറ്റി തരട്ടെ. നമ്മുടെ ഓൺലൈൻ KCR ഉണ്ട് ഇപ്പോ, അൽഹംദുലില്ലാഹ്. KCR ഇല്ല, ഓൺലൈൻ ലൈവ് ഉണ്ട്. ലൈവായിട്ട് നമ്മുടെ പരിപാടി മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ വീക്ഷിക്കുന്ന ആളുകളുണ്ട്. അവർക്കും അള്ളാഹു സദസ്സിന്റെ പുണ്യം അള്ളാഹു നൽകുമാറാകട്ടെ. സ്വലിഹായ സന്താനത്തിന് വേണ്ടി, കണ്ണിന്റെ അസുഖം മാറാനൊക്കെ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ മാഷിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എല്ലാവരും. അള്ളാഹു നമ്മുടെ കാമ്യം സ്വീകരിച്ചാൽ അതൊക്കെ എളുപ്പമാണ്. അള്ളാഹു വമാ ദാലിക അലല്ലാഹി ബിഅസീസ്, അതൊന്നും അള്ളാഹുവിന്റെ പ്രശ്നമുള്ള കാര്യം. അള്ളാഹു അവർക്കും
അതുപോലെയുള്ള ആളുകൾക്കൊക്കെ പ്രയാസമുള്ളവർക്കൊക്കെ അല്ലാഹു ശിഫ നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ, ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ്, ഞങ്ങൾക്ക് മാപ്പ് തരണേ റബ്ബേ. നിന്റെ സ്വർഗ്ഗത്തിലേക്ക് ഞങ്ങൾ എത്തിക്കണേ തമ്പുരാനെ, നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് തരണേ പടച്ചവനെ. നിന്റെ നരകത്തെ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. നിന്റെ നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുകയും സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ മലർക്ക് തുറക്കപ്പെടുകയും ചെയ്യുന്ന റമദാനിലേക്ക് റബ്ബേ ഞങ്ങൾ എത്തിക്കണേ തമ്പുരാനെ. ആ റമദാനിലൂടെ ഒരുപാട് നന്മകൾ ചെയ്ത് ഞങ്ങളൊരു പുതിയ ആളായി മാറി നിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് നാളെ നിന്റെ സ്വർഗം ലഭിക്കുന്ന ഭാഗ്യവാന്മാർ അല്ലാഹു ഞങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ദീൻ പഠിക്കാനും പഠിപ്പിക്കാനും സഹായിച്ചവർ, സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവർ, ഞങ്ങൾക്ക് ഓർമ്മയുള്ളവരും ഓർമ്മയില്ലാത്തവരും സദസ്സിലുള്ളവരും ഇല്ലാത്തവരും എല്ലാവരെയും നിനക്കറിയാമല്ലോ തമ്പുരാനെ. എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ അല്ലാഹ്. ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ പടച്ചവനെ. അല്ലാഹു ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന പി എച്ച് അബ്ദുള്ള മാഷ്, അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച നീ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ, ശിഫ കൊടുക്കണേ തമ്പുരാനെ, ശിഫ കൊടുക്കണേ തമ്പുരാനെ. അതുപോലെ മട്ടന്നൂർ ഭാഗത്ത് എളമ്പാറയിൽ മുഹമ്മദ് മുസ്ലിയാരുണ്ട്, ഒരുപാട് കാലം ദുബൈയിലുണ്ടായിരുന്നു, കണ്ണിന്റെ കാഴ്ചയില്ലപ്പോ അല്ലാഹു അവർക്കും നീ കണ്ണിന്റെ കാഴ്ച കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അതുപോലെ പരീക്ഷണങ്ങൾ അവർ നിർത്തും ഇസ്ലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. ഖൽബിന് ഉറപ്പ് കൊടുക്കണേ റബ്ബേ. ചികിത്സയിൽ ഫലം കൊടുക്കണേ തമ്പുരാനെ. യാത്രയിലും ജീവിതത്തിലും മക്കളിലും കുടുംബത്തിലും ഖൈറും സലാമത്തും കൊടുക്കണേ യാ അല്ലാഹ്. അല്ലാഹുവേ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പകരം നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ രോഗം നീ ശിഫയാക്കി തരണേ പടച്ചവനെ. അല്ലാഹുവേ അല്ലാഹുവേ രോഗികളായ ആളുകൾ ഓപ്പറേഷന് വിധേയമാകുന്നു, മകളുടെ ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലാഹു, ആ മകൾക്കും ആർക്കെല്ലാം രോഗങ്ങളും വിഷമങ്ങളും ഉണ്ടവർക്കൊക്കെ നീ ശിഫ നൽകണേ അല്ലാഹ്.